السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له وأن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وآله وأتباعه وأهل بيته وسلم عبده ورسوله أرسله بالهدى الحق ليظهره على الدين كله ولو كره المشركون. اللهم أنت السلام ومنك السلام وإليك يرجع السلام. حينا ربنا بالسلام وأدخلنا برحمتك السلام. تبارك ربنا وتعاليت يا ذا الجلال والإكرام. اللهم كن معنا حيث كنا ولا تكن علينا يا رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا أنصار الله كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله. فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. صدق الله العلي العظيم وصدق وبلغنا النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. माँ बाप इस जहां में सबसे बड़ी है दौलत सच पूछिए है दोनों खुदा की रहमत. माँ बाप मोहब्बत मिलती है कब जहां में. माँ बाप की मोहब्बत मिलती है कब जहां में. माँ बाप की मोहब्बत मिलती है कब जहां में. माँ बाप इस जहां में सबसे बड़ी है दौलत सच पूछिए तो ये है दोनों खुदा की रहमत. പല പല രമണികൾ വന്നു വന്നവർ പണമെന്നൂതി നടുങ്ങി ഞാൻ. പല പല കമനികൾ വന്നു വന്നവർ പദവികൾ വാഴ്ത്തി നടുങ്ങി ഞാൻ. കിന്നര കന്യക പോലെ ചിരിച്ചൻ മുന്നിൽ വിളങ്ങിയ നീ മാത്രം എന്നോടരുളി എനിക്കവിടുത്തെ പൊന്നോട കുഴൽ മതിയല്ലോ. നിന്നോട് പുല്ലാം കുഴലതരിക്കൊരു പൊന്നോട് കുഴലാണല്ലോ. മമതയിൽ ഇങ്ങനെ നിന്നരികെ ഞാൻ മരുരും വേളയിലൊരു പക്ഷേ നീല നിലാവിന് വനമേഖല പോൽ നിഴലുകളാടാമിവിടത്തിൽ. വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനിതിൽ മുഴുകട്ടെ മുഴുകട്ടെ. മമ ജീവനിൽ നിന്നും
നിന്നൊരു മുരളി മൃദുരവമൊഴുകട്ടെ. പരിശുദ്ധമായ ഈ സദസ്സിന്റെ മുമ്പിൽ, പവിത്രമായ ഈ വേദിയുടെ മുമ്പിൽ അനശ്വരനായിരിക്കുന്ന ആത്മീയ മേൽവിലാസങ്ങളുടെ പൗർണമി താരോദയം പോലെ ഈ മണ്ണിന്റെ മടിത്തട്ടിലേക്ക് പടച്ചറപ്പ് അനുഗ്രഹിച്ച് ആനയിച്ച മഹാനായ വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് നടത്തപ്പെടുന്ന ഐതിഹാസികമായ ഈ സദസ്സിൽ പ്രൗഢമായ ഈ വേദിയ സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠരെ, സാദാത്തുക്കളെ, കാരണവന്മാരെ, ഉമറാക്കളെ, ഈ സദസ്സിന്റെ നിറകുടങ്ങളായിരിക്കുന്ന ഉന്നത വ്യക്തിത്വങ്ങളെ, മാന്യ സഹോദരി സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, വിനീതനായ എന്റെ ശബ്ദം ഈ പരിസര പ്രദേശങ്ങളിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ സഹോദര മതസ്ഥരായ ഭാരതാംബയിലെ സഹൃദയരായ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ വരാൻ സാധ്യമാവുകയുണ്ടായി. നിങ്ങളെ കാണാൻ ഈ സന്ദർഭം ഹ്രസ്വമാണെങ്കിലും ശരി, ഈ ചടങ്ങ് ഹ്രസ്വമാണെങ്കിലും ശരി, ഈ പരിശുദ്ധമായ സദസ്സിലേക്ക് കടന്നു വരാൻ പുണ്യം മാത്രം ചെയ്തിട്ട് പടച്ചറപ്പിന്റെ തിരികെയുള്ള വിളിയാളം കേട്ട് അവന്റെ അടുക്കലേക്ക് വെളിച്ചത്തിന്റെ പ്രസരണം നൽകിയിട്ട് തിരിച്ചു നടന്ന മഹാനായ വലിയുടെ ചാരത്തേക്ക് കടന്നു വരാൻ പരിസര ശക്തി ഗുണത്താൽ മർത്യൻ പരിശുദ്ധനാകും. പാപിഷ്ഠർ പോലും പരിസരം പോലും ആ പരിസരം കൊണ്ട് നന്നാകുന്നതാണ് എന്ന ആപ്തവാക്യം എത്ര മനോഹരം. ഈ ജിവാറ് കൊണ്ടാണ് നമ്മിൽ പല ആളുകളുടെയും ദോഷം പൊറുത്തത് എന്ന് ആര് കണ്ടു? ഈ മഹാനായ മനുഷ്യൻ കൊണ്ടാണ് ഈ നാട്ടിലെ ആപത്തുകളെ തട്ടപ്പെട്ടത് എന്നാര് കണ്ടു? ഈ മഹാനായ മഹാമനീഷി ഇവിടെ അന്ത്യവിശ്രമം കൊള്ളും പരിശുദ്ധിദായകമായ നെഞ്ചേറ്റിയതിന്റെ പേരിലാണ് ഈ മണ്ഡലങ്ങളെ ഐശ്വര്യദായകമാക്കിയത്. നമ്മളിൽ എത്ര പേര് തിരിച്ചറിഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ? എല്ലാം അങ്ങനെയാണ്. ലോകത്തിന്റെ ചലനം തന്നെ അങ്ങനെയാണ്. അല്ലാഹുവേ ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുകഉ, അല്ലാഹുവിന് വേണ്ടി ആരാധന ചെയ്യാൻ സന്നദ്ധരായിരിക്കുന്ന ഒരു പറ്റം വൃദ്ധജനങ്ങൾ ഈ നാട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഈ ഭൂമി ായിരുന്നുവെങ്കിൽ പാവപ്പെട്ട മാതാവിന്റെ അമ്മിഞ്ഞ കൊണ്ടിരിക്കുന്ന കുഞ്ഞുമക്കൾ ഈ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ അന്തരീക്ഷത്തിന്റെ വയലേലകളിലൂടെ മേഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന നാൽക്കാലികളായ മിണ്ടാപ്രാണികളായ ജീവികൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ വേദനാജനകമായ പടച്ചറപ്പിന്റെ ശിക്ഷ ഇവിടെ കടന്നു വന്നേനെ. കഠിനമായ ശിക്ഷ, കഠോരമായ ശിക്ഷ. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ മുമ്പിൽ പുരസ്കരിക്കാൻ ഒരുപാട് സത്യങ്ങളുണ്ട്. ലോകത്തോട് വിളിച്ചു പറയാൻ യാഥാർത്ഥ്യങ്ങളുണ്ട്. 5 വർഷത്തിൽ ഒരിക്കൽ പ്രൗഢമായി നടത്തപ്പെടുന്ന ദീനിന്റെ ഈ സദസ്സിന്റെ മുമ്പില് ങ്ങളുടെയും പ്രാർത്ഥനകളുടെയും പരമ്പരകള് ഇതിഹാസത്തിന്റെ പിറകെ മറ്റ് ഇതിഹാസങ്ങളായി ഓരോന്നോരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ വേളയിൽ അതിന്റെ തുടർച്ചയെന്നോണം ഇന്നിന്റെ സായം സന്ധ്യയിലേക്ക് ഇവിടെ കടന്നു വരുമ്പോൾ എന്റെ വിഷയം പെണ്ണാണ്, പെണ്ണാണ്, വിവാഹത്തിലൂടെ പരിശുദ്ധയാകുന്ന പെണ്ണാണ്. സംസ്കൃതത്തിന്റെ ശ്ലോകത്തിൽ മനുസ്മൃതിയിൽ മനു എന്ന് പറയുന്ന ഹൈന്ദവ മഹാ ആചാര്യരായ സന്യാസി പറഞ്ഞ പോലെ അതും പെണ്ണിനെ പറ്റിയാണ്. പിതാരക്ഷിത കൗമാര, ഭർതൃരക്ഷിത യൗവന, പുത്രാരക്ഷിത വാർദ്ധക്യാന, സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. പിതാരക്ഷിത കൗമാര, അവൾ കൊച്ചുകുട്ടിയാകുമ്പോ പിതാവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. പെണ്ണിന്റെ ബാല്യം പിതാവിന്റെ കയ്യിലാണ്. അവരുടെ കൗമാരത്തിലേക്ക് കടന്നു പോകുന്നതിന്റെ മുൻപ് ആ പെണ്ണ് ശൈശവത്തിലൂടെ നടന്നു പോകുമ്പോൾ കുഞ്ഞു മക്കൾക്ക് വേണ്ട അച്ചടക്കങ്ങളെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കൾ.
അവൾ വഴിപിടക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് അവരാണ്. അവളെ കൊള്ളക്കാര് കൊണ്ടുപോകുന്നതും ശ്രദ്ധിക്കേണ്ടത് അവളാണ്. അവരുടെ സംസ്കാരങ്ങൾ ശൂന്യതയിലേക്ക് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധ നടത്തേണ്ടതും മാതാപിതാക്കൾ. രക്ഷിത കൗമാര. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിന്റെ ശൈശവഘട്ടത്തിലുള്ള ഉത്തരവാദിത്വം അത് മാതാപിതാക്കളുടെ കയ്യിലാണ്. അടുത്ത ഘട്ടം കവി പറയുകയാണ്. മനുസ്മൃതി സംസ്കൃത ഭാഷയിലുള്ള ശ്ലോകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭർതൃരക്ഷിത യൗവന. ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് ഭർതൃരക്ഷിത യൗവന. അവൾ യുവതിയാകുമ്പോ ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. യൗവനമാണ് ഇന്നത്തെ ലോകത്തിന്റെ ചാലകശക്തി. യങ്സ്റ്റേഴ്സ് ലോകത്തിന്റെ മുമ്പിൽ യൗവനമാണ് വിജയശ്രീലാളിതരാകുന്നത്. ലോകത്തിന്റെ മുമ്പിലേക്ക് ദൈക്ഷണിക പാഠവങ്ങളെ പ്രദാനം ചെയ്യുന്നതും യുവത്വമാണ്. യുവത്വമില്ലെങ്കിൽ പുരോഗതിയില്ല, യുവത്വമില്ലെങ്കിൽ പരിവർത്തനമില്ല, യുവത്വമില്ലെങ്കിൽ വിപ്ലവങ്ങളില്ല, യുവത്വമില്ലെങ്കിൽ സംസ്കൃതിയില്ല, യുവത്വമില്ലെങ്കിൽ പുരോഗമനത്തിന്റെ ദർശനങ്ങൾ ഒരിക്കലും പ്രദാനം ചെയ്യപ്പെടുന്നതല്ല. അതുകൊണ്ടാണ് യുവാവാണ്, യുവതിയാണ് അല്ലാഹുവിന്റെ ആരാധനയിലൂടെ യുവത്വത്തെ കൊണ്ടുപോയവർക്കാണ് നാളെ അർശിന്റെ തണല് നൽകപ്പെടുന്നതെന്ന് ആമിനാന്റെ മുത്തുമോനെ, അബ്ദുല്ലാന്റെ പുന്നോമന പുത്രനെ, ലോകത്തിന്റെ ആചാര്യനെ, പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാലാർ कारवाहे मेरे हिजाज अपने उस नाम से है बाकी नामो निशा हमारे. എത്ര പെട്ടെന്നാണ് അങ്ങ് പെണ്ണിന് മോചനം കൊടുത്തത് നബിയെ. അത്ര കാലം വരെ അവൾ തമസ്കരിക്കപ്പെട്ടവളാണ്, അവൾ ബഹിഷ്കരിക്കപ്പെട്ടവളാണ്. 6-ാം നൂറ്റാണ്ടിലെ പെണ്ണ് അപലയാണ്, ചപലയാണ്. അവൾക്ക് എവിടെയായിരുന്നു വിമോചനം? അകാല ചന്തയിൽ വിൽക്കപ്പെടുന്ന കാഴ്ച വസ്തുവായിരുന്നില്ലയോ പെണ്ണ്? ആ പെണ്ണുമായിട്ട് ശയ്യ പങ്കിട്ട കഥ കഅബാലയത്തിന്റെ ചുമരിന്റെ മുകളിൽ പരസ്യമായി അശ്ലീല ചുവയോടുകൂടെ എഴുതി വെക്കാൻ ഒരുമ്പെട്ടുപോയ കാട്ടറബി, സംസ്കാര ശൂന്യനായ അറബി പെണ്ണുമായിട്ട് ശയ്യ പങ്കിട്ട രംഗങ്ങള് കച്ചവടം നടത്തപ്പെടുന്ന അങ്ങാടിയിൽ പോയിട്ട് മത്സരിച്ച് പറയാൻ മുന്നോട്ട് വന്ന അറബി. അതുകൊണ്ട് പെണ്ണ് ഉപഭോഗ സംസ്കാരത്തിന്റെ ബലിയാടാണ്. അങ്ങനെയാണ് പെണ്ണിന്റെ പരിശുദ്ധി വിവാഹമാണെന്ന് ചർച്ച ചെയ്യാനുള്ള കാരണം അതുതന്നെയാണ്. പലകയിൽ മാദക വസ്തു പെണ്ണാണ്. ടെക്സ്റ്റൈൽ ഷോറൂമുകളിൽ കച്ചവടം പൊടിപൊടിക്കപ്പെടുന്നത് വലിയ ബാനറുകൾ പെണ്ണിന്റെ നഗ്ന ശരീരം എത്ര വിദഗ്ധമായി പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നുവോ അതിനനുസരിച്ചാണ് കച്ചവടം ചൂടുപിടിക്കുന്നത്. അതുകൊണ്ട് പെണ്ണാണ് പരസ്യം, അതുകൊണ്ട് പെണ്ണാണ്, അതുകൊണ്ട് പെണ്ണാണ് ലോകത്തിന്റെ നായികക്കല്ല്. പെണ്ണ് നാരിയായാലെല്ലാമായി, നാരിയായാൽ മതി, അതൊരു പെണ്ണായാൽ മതി, വാക്ക് ഫീമെയിൽ ആയാൽ മതി, ലിംഗം സ്ത്രീലിംഗമായാൽ മതി. കച്ചവടം ചൂടുപിടിക്കുകയാണ്. റിയാലിറ്റി ഷോ ചൂടുപിടിക്കുന്നത് പെണ്ണിന്റെ ശബ്ദം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ലോകത്തിന്റെ മുമ്പില് പെണ്ണിന്റെ വേഷഭൂഷാദികൾ കൊണ്ട് മാപ്പിളപ്പാട്ട് പാടുമ്പോൾ പോലും സ്റ്റുഡിയോ ചാനലിന്റെ സ്റ്റുഡിയോയിൽ പോയി അഖീദ പഠിച്ച, അഖ്ലാഖ് പഠിച്ച മുസ്ലിം പെണ്ണ്, ഹജ്ജ് ചെയ്ത ഹജ്ജുമ്മയുടെ മകളായ, മദ്രസയുടെ പൊതുപരീക്ഷ പാസ്സായ, ഡിസ്റ്റിങ്ഷനോടുകൂടെ മതവിഷയങ്ങളിൽ വലിയ വലിയ മാർക്കിന്റെ നേട്ടം കൈവരിച്ച് പരസ്യമായിട്ട് സർട്ടിഫിക്കറ്റ് സ്റ്റേജിൽ നിന്ന് വാങ്ങാൻ ഭാഗ്യം ലഭിച്ച പെങ്ങളെ, നാളെ നിന്നെ കാണുന്നത് റിയാലിറ്റി ഷോയുടെ റൂമിലാണ്. അവിടെ മൈക്ക് പിടിച്ചിട്ട് നിന്റെ ഉമ്മയാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് നടത്തുന്നത്. മാതാവ് പറയുകയാണ്, തൊട്ട് മുമ്പ് പാട്ട് പാടിയത് എന്റെ മകളാണ്, എന്റെ മകളുടെ പെർഫോമൻസ് നിങ്ങൾ കാണും, പാട്ടല്ല, എന്റെ കുഞ്ഞിന്റെ പെർഫോമൻസ്. എന്താണ് പെർഫോമൻസിന്റെ അർത്ഥം? വാട്ട് യു മീൻ ബൈ ദി വേർഡ് ഓഫ് പെർഫോമൻസ്? പെണ്ണിന്റെ വേഷമാണ്, പെണ്ണിന്റെ
പെണ്ണിന്റെ ലയനങ്ങളാണ്, ഹാസ്യഭാവങ്ങളാണ്, ആകാര സൗഷ്ഠവമാണ്, പെണ്ണിന്റെ ശരീര വടിവാണ്, പെണ്ണിന്റെ ശരീരത്തിന്റെ നിലപാടുകളാണ്, ശരീരഭാഷയാണ്. അത് എത്ര വിദഗ്ധമായിട്ടാണ് സ്റ്റുഡിയോയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. ലൈവായിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ നാട്ടിൽ വെച്ച് മറുനാട്ടിൽ വെച്ച് അത്രകാലം ഒരു വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി താമസിച്ച എത്ര പെട്ടെന്നാണ് കച്ചവടവൽക്കരിക്കപ്പെടാൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് പെണ്ണിന്റെ ചാരിത്രം ധ്വംസിക്കപ്പെടുന്ന ലോകത്തിന്റെ മുമ്പിൽ ജമീൻ പേലി हुई है जिस तरह लाख के नीचे. ആകാശത്തിന്റെ താഴെ ഭൂമി പരന്നു കിടക്കുകയാണ്. हमारे ऊपर आसमान है, आसमान बहुत ज्यादा से है, आसमान जमीन बहुत वसअत में रखते हैं. जमीन फैली हुई है जिस तरह അതേതുപോലെയാണ് ആസ്മാൻ के नीचे, ആകാശത്തിന്റെ താഴെ ഭൂമി പരന്നു ഇസീ തരഹ് ഇതുപോലെയാണ് ജന്നത്ത് ബി, സ്വർഗവും പരന്നു കിടക്കുകയാണ്. എവിടെയാണ് സ്വർഗം കിടക്കുന്നത്? മാം കി ഖദമോ കെ ഖാതിർ കെ നീചേ, മാതാവിന്റെ പാദത്തിന്റെ ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. ജന്നത്ത് മാം കെ ഖദമോ കെ നീചേ ഹേ. അല്ലാഹുവിന്റെ റസൂൽ അറബികളെ പഠി പെണ്ണ് ആക്രമിക്കപ്പെട്ട ലോകത്തിന്റെ മടിത്തട്ടില് പെണ്ണിനെ ഉപഭോഗത്തിന്റെ ഉപകരണമാക്കി മാറ്റിയ അറബിയുടെ മുമ്പില് പരിശുദ്ധ നബി പഠിപ്പിച്ചു പോയി, പെണ്ണ് ഉപഭോഗത്തിന്റെ യന്ത്രമല്ല, അവരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. വല്ലാത്ത വാക്കാണ്. ഉമ്മാന്റെ കാലടിപാടിലാണ് സുവർഗം. ഉദിമതിയാമുത്ത് മുഹമ്മദിൻ തൂമൊഴി ഉള്ളിലുറച്ചോളൂ, അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ, ആയിരം പോറ്റും അവന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ. എന്താണ് ചോദ്യം? സഹോദര, നിന്റെ ഉമ്മക്ക് പകരം 1000 പോറ്റുമ്മമാരെ മാറ്റി പരീക്ഷിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. നിന്റെ സാക്ഷാൽ മാതാവിന് പകരം അതാവൂല. ഫെബ്രുവരി 14 വാലന്റൈൻ ഡേ വരുമ്പോ അതിന്റെ ഭാഗമായിട്ട് 1000 കാമുകിമാരെ മാറ്റി മാറ്റി നിനക്ക് പരീക്ഷിക്കാം. നിന്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിനെ മുഴുവൻ ഒഴിവാക്കി പുതിയ 1000കണക്കിന് ഫ്രണ്ട്സിനെ നിനക്ക് ആഡ് ചെയ്യാം. അതൊന്നു മാത്രമാണ്. താരാട്ട് പാട്ടിനെ പോലെ വേറൊരു പാട്ടുണ്ടോ, താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ, ഉമ്മാന്റെ മടിത്തട്ട് പൂന്തട്ട് കരളിനുയിരാണ്, ഉമ്മ സ്നേഹക്കടലാണ്. മാതാവ് എപ്പോഴും സ്നേഹത്തിന്റെ പ്രതീകമാണ്. എന്തുകൊണ്ട്? മാതാവ് സ്ത്രീത്വത്തിന്റെ പ്രതീകമായതുകൊണ്ട്. മാതാവ് പെണ്ണാണ്. നമ്മൾ ചിന്തിക്കണം, പെണ്ണില്ലാതെ ലോകത്തിന്റെ പുരോഗതിയില്ല. അദ്ദുനിയ കുല്ലുഹാ മതാഅ. കർട്ടന്റെ അപ്പുറത്തെ എന്റെ ശബ്ദം നിങ്ങളെ കാത് കൂർപ്പിച്ച് കേൾക്കണം. ഇന്നത്തെ വിഷയം നീയാണ്. അദ്ദുനിയ കുല്ലുഹാ മതാഅ. ഈ ഭൗതിക ലോകം മുഴുവൻ ഒരു ചരക്കാണ്, വിൽപ്പന വസ്തുവാണ്. വഖൈറു മതാഇഹാ. ലോകത്തുള്ള മുഴുവൻ വിൽപ്പന വസ്തുക്കളുടെയും കൂട്ടത്തിൽ ബ്യൂട്ടിഫുൾ, പ്രീഷ്യസ്, വാല്യുബിൾ, ഏറ്റവും മൂല്യം രേഖപ്പെടുത്താൻ സാധ്യമല്ല മൂല്യനിധിയുണ്ടെങ്കിൽ അൽ മർഅത്തു സാലിഹ. റൂബിയല്ല, ഗോൾഡ് അല്ല, സിൽവർ അല്ല, എമറാൾഡ് അല്ല, മരതകമല്ല, മാണിക്യമല്ല, വജ്രമല്ല, സ്വർണമല്ല, വെള്ളിയല്ല, വൈഢൂര്യമല്ല, ഇന്ദ്രനീലമല്ല, വജ്രസമാനമായ രത്നങ്ങളല്ല. അൽ മർഅത്തു സാലിഹ, ഉത്തമയായ പെണ്ണാണ്. പറഞ്ഞത് പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ
സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹാ മതാ ഭൗതിക ലോകം മുഴുവൻ ഒരു ചരക്കാണ്. വിൽപ്പന നടത്തപ്പെടുന്ന ലോകത്തിന്റെ മടിത്തട്ടിലെ ഏറ്റവും അമൂല്യമായ ഒരു രത്നമുണ്ടെങ്കിൽ അൽമർഅത്തു സ്വാലിഹാ, അത് പെണ്ണാണ്, നല്ല പെണ്ണാണ്. പെണ്ണിന് എവിടെയും ഇസ്ലാം പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. പെണ്ണിന്റെ പ്രാധാന്യത്തെ ഇടിച്ചു താഴ്ത്തിയത് പെണ്ണ് തന്നെയാണ്. ഇസ്ലാം എന്നും പെണ്ണിന് സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ളൂ. ഗാനഗന്ധർവൻ പത്മശ്രീ യേശുദാസ് ഈ അടുത്ത് തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞു, മലയാളി പെണ്ണ് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ലെഗിൻസും സ്കിന്നി ടൈറ്റ് ഫിറ്റ് ജീൻസ് പാന്റ് ഒന്നും എടുത്തിട്ട് അങ്ങാടിയിൽ ഇറങ്ങാൻ പാടില്ല. അത് നിങ്ങൾക്ക് മാനഭംഗം വരുത്തപ്പെടാനേ ഉപകരിക്കൂ, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞിട്ട് ദാസേട്ടൻ, കേരളത്തിന്റെ അഭിമാനമായിരിക്കുന്ന ഗാനഗന്ധർവൻ, അമേരിക്കയിലേക്ക് വാഹനം കയറി. അദ്ദേഹം താമസിക്കുന്ന അവിടെയാണല്ലോ. ഇവിടെ വലിയ ബഹളം. യേശുദാസ് ഫ്ലൈറ്റ് കയറി പോയ ഉടനെ തന്നെ ഇവിടെ എത്ര വനിതാ രാഷ്ട്രീയ സംഘടനകൾ അവരുടെ കൊടിയും പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. യേശുദാസിനെ അറസ്റ്റ് ചെയ്യണം. എന്റെ യേശുദാസ് നിങ്ങളെ മാനഭംഗപ്പെടുത്തിയോ? പിന്നെ എന്തിനാ ഈ ക്വസ്റ്റ്യൻ? അപ്പൊ യേശുദാസ് ഇങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ കടക്കല് കത്തിവച്ചിരിക്കുന്നു കേരളത്തിന്റെ ഗാനഗന്ധർവൻ എന്നവർ പറയുകയുണ്ടായി. ഒരിക്കലല്ല, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അത് തിരിച്ചറിയണമെങ്കിൽ അറിവ് പോരാ, തിരിച്ചറിവ് വേണം. എഡ്യൂക്കേഷൻ, അത് പല ഐറ്റംസ് ഉണ്ട്. സയൻസ് സംസ്കാരം പഠിപ്പിക്കുന്നില്ല, മാത്തമാറ്റിക്സ് സംസ്കാരം പഠിപ്പിക്കുന്നില്ല, സംസ്കാരം പഠിപ്പിക്കുന്നില്ല, ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. പാസ്റ്റ് ടെൻസിനെ പ്രസന്റ് ടെൻസ് ആക്കാനും, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കാനും, ഫ്യൂച്ചർ ടെൻസ് ആക്കാനും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട്, ലിറ്ററേച്ചർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സംസ്കാരം എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന്, മനുഷ്യൻ കുടുംബത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട പ്രതിഭാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ഞാൻ പറഞ്ഞേക്കാം, ലോകത്തെ നല്ല മേത്തരം നല്ല സംസ്കാരങ്ങളെ പഠിപ്പിക്കാനാണ് ഞാൻ പറഞ്ഞേക്കപ്പെട്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളാണ് സഹാബത്തിനെ പഠിപ്പിച്ചു പോയത്. ഒരു ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, സഫൂ ബൈന ഔലാദികും ഫിൽ അത്തിയ. എന്റെ പ്രിയപ്പെട്ട സമുദായമേ, നിങ്ങൾ പരിശുദ്ധ നബിയുടെ വാക്കാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് തുല്യത കൽപ്പിക്കണേ. ഫിൽ അത്തിയ, അങ്ങാടിയിൽ പോയിട്ട് വല്ല പ്രോത്സാഹന സമ്മാനങ്ങളും, വല്ല പ്രസന്റേഷൻസും, വല്ല ഗിഫ്റ്റും, വല്ല മിഠായി പൊതികളും, വല്ല പലഹാരങ്ങളും നിങ്ങൾ വീട്ടിലുള്ള മക്കൾക്ക് വേണ്ടി പുറത്തു പോയി കൊണ്ടുവരുമ്പോൾ സവ്വൂ ബൈന ഔലാദികും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നിങ്ങൾ തുല്യത കൽപ്പിക്കണം കേട്ടോ. ഒരു കുട്ടിക്ക് മറ്റൊരു കുട്ടിയേക്കാൾ പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. എല്ലാം നിങ്ങളുടെ രക്തത്തിൽ പറന്ന മക്കളാണ്. അതുകൊണ്ട് കുഞ്ഞിന്റെ മറിക്കുകയാണ്. ഇനി മുഹമ്മദെങ്ങാനും എന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ എന്റെ ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിക്ക് പ്രാധാന്യം കൊടുക്കുമായിരുന്നുവെങ്കിൽ ലഫളൽതുൽ ബനാത്ത്, എന്റെ പെൺമക്കൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുക. കാസിമിന് ജന്മം നൽകിയ നബിയെ, ഇബ്രാഹിം എന്ന് പറയുന്ന ആൺകുട്ടിക്ക് ജന്മം നൽകിയ നബിയെ, ആ അങ്ങ് പറഞ്ഞു പോയി, എന്റെ വീട്ടിലെ മക്കളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയേക്കാൾ മറ്റൊരു കുട്ടിക്ക് പ്രാധാന്യം ഞാൻ കൊടുക്കുമായിരുന്നുവെങ്കിൽ അത് പെൺകുട്ടിയായിരിക്കും, പെൺകുട്ടിക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ്. പെണ്ണവിടെ നോക്കുകയാണ്. ഈ ഒരൊറ്റ ഹദീസ് പോലെ പെണ്ണിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ, പെണ്ണാരാണ് എന്ന സമുദായത്തെ പഠിപ്പിക്കാൻ ഈ ഒരൊറ്റ ഹദീസ് മതി. പരിശുദ്ധ റസൂലിന്റെ ഈ ഒരൊറ്റ ഹദീസ് മതി. പക്ഷേ എനിക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്, പെണ്ണ് നിൽക്കേണ്ടിടത്ത് നിൽക്കണം, പെണ്ണാവും. ഇന്ന സലാഹൽ മർഅ സലാഹൽ മുജ്തമഅ, കമ്മ്യൂണിറ്റിയുടെ നന്മ ഏതാണ്? ഗുഡ്നസ്. അത് സലാഹുൽ മർഅ, പെണ്ണിന്റെ നന്മയാണ്. പെണ്ണ് നന്നായാൽ സമൂഹം നന്നായി. അപ്പൊ പെണ്ണാണോ സമൂഹം? യെസ്.
പെണ്ണ് അടുക്കളയിൽ കഴിയേണ്ടവളല്ലേ? അതേ അടുക്കളയിലെ സംസ്കാരമാണല്ലോ വീട്ടിന്റെ നിർഗമിക്കുന്നത്. നൽകപ്പെട്ട സംസ്കാരത്തിലൂടെയാണ് മക്കള് നാളെയുടെ വരദാനങ്ങളായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന സലാഹൽ മർഅ, പെണ്ണിന്റെ നന്മ അത് സമൂഹത്തിന്റെ നന്മയാണ്. യാതൊരു തർക്കവും ആ വിഷയത്തിൽ വേണ്ട. ഈ അടുത്ത് നോബൽ പ്രൈസ് പീസ് ഫോർ പീസ് നോബൽ സമ്മാനം ആ രാജ്യത്തിന് ഈ വർഷം സമാധാന പ്രൈസ് കിട്ടി. ആര്? കൈലാഷ് സത്യാർത്ഥി. ഈ കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന ഇന്ത്യക്കാരന്റെ കൂടെ പാകിസ്ഥാനിയായ മറ്റൊരു മുസ്ലിം പെൺകുട്ടി മലാല യൂസുഫ് സായി കൂടി സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൈലാഷിന്റെ കൂടെ പങ്കിട്ടു. അതിന്റെ മുൻപ് നോബൽ സമ്മാനം നേടിയതും ഒരു മുസ്ലിം വനിതയായിരുന്നു. ഈജിപ്തിലുള്ള തവക്കുൽ കിർമാൻ. ഓസ്ലോയിലേക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഏറ്റുവാങ്ങാൻ കോടിക്കണക്കിന് രൂപകൾ, അതിനേക്കാൾ ജനങ്ങളുടെ മൂല്യമുള്ള നോബൽ പ്രൈസ്, അതും ഫോർ പീസ്, ലോക സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വാങ്ങാൻ ഒരു ഇസ്ലാമിക രാജ്യത്തുള്ള സുന്ദരിയായ സുശീലയായ ഭക്തയായ മുസ്ലിം പെൺകൊടി ഓസ്ലോയിലെ വേദിയിലേക്ക് നടന്നു പോവുകയാണ്. അവരങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് നല്ല പർദ്ദയും മഫ്തയൊക്കെ ഇട്ടിട്ടാണ് തവക്കുൽ കിർമാനി എന്ന് പറയുന്ന ഇസ്ലാമിന്റെ അഭിമാന ഭാജനം നോബൽ പ്രൈസ് നേടാൻ വേണ്ടി പോയത്. തിരിച്ചു വരുന്ന നേരത്തെ തവക്കുൽ കിർമാനെ പത്രസമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നത് അമേരിക്കൻ മാധ്യമ പ്രവർത്തകരെയാണ്. അത് ആയിരുന്നു. അവര് ധരിച്ചതോ അർദ്ധനഗ്നമായ വേഷം. അവരുടെ സംസ്കാരത്തിന്റെ വേഷം വെറും ജാക്കറ്റും ധരിച്ച വേഷം. ഈ വേഷം എടുത്തു വന്നിട്ട് മൈക്ക് പിടിച്ചിട്ട് തവക്കുൽ കിർമാനോട് ചോദിക്കാൻ, ഡിയർ കിർമാൻ, അങ്ങ് ഇപ്പൊ ഉന്നതിയുടെ പദവിയിലാണ്, അഭിമാനത്തിന്റെ ശ്രീകോവിലാണ് അങ്ങ് നിലകൊള്ളുന്നത്. ലോക സ്ത്രീകളുടെ മുമ്പിലും പുരുഷന്മാരുടെ മുമ്പിലും അങ്ങ് കിരീടം മേന്തിയിരിക്കുന്നു, സമാധാനത്തിലുള്ള കിരീടം. പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് അതല്ല, പ്രിയപ്പെട്ട കിർമാൻ, ത്തിലുള്ള നോബൽ പ്രൈസ് നേടിയിട്ട് ലോക ചരിത്രത്തിൽ ഇത്രയും വലിയ ഉന്നതിയിലേക്ക് പോയിട്ടും എന്തുകൊണ്ടാണ് ഈ പഴയ പർദ്ദയും മഫ്തയും ധരിച്ചിട്ട് അങ്ങ് ഈ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്? ഇത് ലോകത്തെ എത്ര ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നു? ഈ സദസ്സിൽ ഇരിക്കുന്നത് ലോക ങ്ങളുടെ തലവന്മാരാണ്. അവരുടെയൊക്കെ മുമ്പിലൂടെ പഴഞ്ചൻ വേഷമായ പർദ്ദ ധരിച്ചിട്ട് മഫ്ത ധരിച്ചിട്ട് കടന്നു വരാൻ അങ്ങേക്ക് പ്രചോദനം നൽകിയ ഘടകം എന്താണ് എന്നറിയാനാണ് ഞങ്ങൾ പത്രസമ്മേളനത്തിലേക്ക് അങ്ങയെ ക്ഷണിച്ചത്. തവക്കുൽ കിർമാൻ അവിടെ പൊട്ടിത്തെറിക്കുകയാണ്. ഈമാനിന്റെ പ്രതിരൂപമായ ഇസ്ലാമിന്റെ അനുയായിയായ ആ ഒരു വനിത പത്രസമ്മേളനത്തിൽ പറഞ്ഞുപോയി, 2 മിനിറ്റ് സംസാരിക്കാൻ വിനീതരാ അനുവദിക്കണം. എന്നിട്ട് തവക്കുൽ കിർമാൻ പറഞ്ഞു, പ്രിയപ്പെട്ട മൈ ഡിയേഴ്സ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാനും നിങ്ങളൊക്കെ ഒരു സൃഷ്ടാവിന്റെ മക്കളാണ്, ഒരു ഭൂമിയുടെ അവകാശികളാണ്. ശരി, നിങ്ങൾ എന്റെ സഹോദരിമാരാണ്, അംഗീകരിക്കുന്നു. നമ്മൾ ഭൂലോകത്ത് ജീവിതം തുടങ്ങിയത് അന്ന് മനുഷ്യൻ ഗുഹാവാസി. ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടാകും, അന്ന് മനുഷ്യൻ ഡ്രസ്സ് ധരിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഇലകളായിരുന്നു. പിന്നെ മനുഷ്യൻ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയി, കുറച്ച് സംസ്കാരം നേടി. അപ്പം മൃഗങ്ങളുടെ തോല് വസ്ത്രമായി ഉപയോഗിച്ചു. അപ്പോഴും അവർ അർദ്ധനഗ്നരായിരുന്നു. പിന്നെയും സംസ്കാരത്തിലേക്ക് വന്നപ്പോ മാറിടം മറക്കാൻ അവർ മുന്നോട്ട് വന്നു. വീണ്ടും അവർ വിദ്യാഭ്യാസ സമ്പന്നരായപ്പോ അവരുടെ ശരീരത്തിന്റെ മറക്കേണ്ട മുഴുവൻ മറിച്ച് എന്നെ പോലെയായി. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെപ്പോലെ ശിലായുഗ പോകുന്ന സംസ്കാര ശൂന്യത ഞാൻ ലോകത്ത് പ്രൊമോട്ട് ചെയ്യൂല എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ സ്വതസിദ്ധമായി പർദ്ദയും മഫ്തയും ധരിച്ച ഇസ്ലാമിന്റെ ആ പെൺകൊടി പത്രസമ്മേളനം നടത്തിയത് ലോകത്തെ ചാനലിലൂടെ മുഴുവൻ, ടെലിവിഷൻ സ്ക്രീനിലൂടെ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകൾ ലൈവായിട്ട് കേൾക്കാൻ. ആരാണ് ഇവിടെ ചൂളിപ്പോയത്? പിന്നെ എന്തിനാ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് വേഷം കെട്ടണേ? എന്തിനാണ്? നമുക്ക് നമ്മുടെ ഒരു പുരാണമുണ്ട്, നമുക്ക് നമ്മുടെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ഏറ്റവും കൂടുതൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വെക്കേണ്ട പാരമ്പര്യം, അത് ചാരിത്രത്തിന്റെ പാരമ്പര്യമാണ്. ഭർത്താവ് ഗൾഫിലാണെങ്കിലും ഭർത്താവ് നാട്ടിലാണെങ്കിലും ഭർത്താവിന്റെ
ആബ്സെൻസി ആണെങ്കിലും ഷോർട്ട് ആബ്സെൻസി ആണെങ്കിലും പ്രസൻസ് ഫുൾ ടൈം ഉണ്ടെങ്കിലും ശരി പെണ്ണ് തുടരണം. അത് ഖദീജ ബീവി പഠിപ്പിച്ചു നമ്മളെ. അല്ലാഹുവിന്റെ റസൂൽ ഹിറായിലേക്ക് കടന്നു പോയിട്ട് വഹീന്റെ ഭാരം പേറിയിട്ട് കടന്നു വരികയാണ്. ഇഖ്റ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുമ്പോ അത് താങ്ങാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയാതെ പോയി. സമ്മിൽനി യാ ഖദീജ, എന്റെ ഖദീജ എന്നെ പുതപ്പ് മൂടണേ ഖദീജ. പനി വരികയാണ്, വിറക്കൽ അനുഭവപ്പെടുകയാണ്, പരിഭ്രമചിത്തനായിരിക്കുകയാണ് നിന്റെ ഭർത്താവ് ഖദീജ എന്ന് പറയുമ്പോൾ പരിശുദ്ധ തിരുമേനിയുടെ ഭാര്യയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ വീടിന്റെ വെളിയിലേക്ക് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ താങ്ങായി പ്രവർത്തിക്കുകയാണ്. ഖദീജ ബീവി അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. എന്നിട്ടോ പുണ്യ റസൂൽ ശിരസിന്റെ താഴെ വെച്ച തലയിണയേതാണ് പരിശുദ്ധവതിയായ തന്റെ ഭാര്യയുടെ തുടയിലെ മാംസമാണ്. തുടയാണ് കാലിന്റെ തുടഭാഗമാണ്. അവിടെ തല ചായ്ച്ച് പുണ്യനബി കിടക്കാൻ. അപ്പൊ ഇങ്ങനെ കൈ കൊണ്ട് മൃദുലമായ കൈത്തടം കൊണ്ട് പുണ്യ റസൂലിന്റെ ശിരസിട്ട് ഖദീജ ബീവി പറഞ്ഞു പോയി, ഇന്നക ലതസിലുർ റഹിമിന്റെ കൗൺസിലിംഗ് ആണത്. ഒരു പെണ്ണ് വിവാഹത്തിലൂടെ ഏത് സ്റ്റാൻഡിലേക്ക് എന്ന് ഖദീജ ബീവിയുടെ ഈ ഇവന്റ്, ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കൗൺസിൽ ചെയ്യേ. ആരാ ഇത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ആരാ? ഒരു വാക്ക് പോലും ഉച്ചരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ സന്ദേശം വരണം. വമാ യൻതിഖു അനിൽ ഹവാ, പുണ്യനബി സംസാരിക്കുകയില്ല, സ്വാഭിപ്രായം വെച്ചിട്ട് വർത്തമാനം പറയുന്ന മനുഷ്യനല്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, പറയുന്നതെല്ലാം അല്ലാഹുവിന്റെ. ആ തിരുമേനിക്ക് കൗൺസിൽ ചെയ്യുന്നത് സാധാരണക്കാരിയായ ഖദീജ റളിയല്ലാഹു അൻഹാ. ഒരു പെണ്ണിന്റെ വില അവിടെയാണ് ബോധ്യപ്പെടുന്നത്. അല്ലാഹുവിന്റെ മടിത്തട്ടിൽ കിടത്തി അവിടത്തെ തലയിൽ തന്റെ പവിത്രമായ കൈ വെച്ചിട്ട് കൗൺസിലിംഗ് ക്ലാസ് എടുക്കുകയാണ്. ഒന്നാമത്തെ വാക്ക് ഖദീജ മൊഴിഞ്ഞുപോയി, ഇന്നക ലതസിലുർ റഹിമ, പരിശുദ്ധ നബിയെ അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന മനുഷ്യനാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസങ്ങളെ തൃണവൽക്കരിക്കുന്ന മനുഷ്യനാണ്. വതുഈനുൽ മൽഹൂഫ വൽ മഅദൂം, ഇല്ലാത്തവന്റെ വല്ലായ്മയും കഷ്ടപ്പാടുകളും അറിയുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാൻ അങ്ങയെ വെറുതെ ആക്കൂല നബിയെ. ഖദീജയാണ് പറയുന്നത്. ഖദീജയുടെ വാക്കിനെ ഉൾക്കൊള്ളണേ നബിയെ. അല്ലാഹു കൊടുത്തിട്ടില്ല, പാരാസിറ്റാമോളിന്റെ ക്യാപ്സൂൾ കൊടുത്തിട്ടില്ല. ഒരു വാക്ക് പുണ്യ നബിയുടെ പനി മാറ്റി. അതാണ് ഭാര്യ. എന്നിട്ട് ഇപ്പൊ അങ്ങനെ പാടിയ പൂമുഖ വാതിൽക്കൽ സ്നേഹം പുലർത്തുന്ന പൂതിങ്കളാകുന്ന ഭാര്യ. അതൊക്കെ അങ്ങോട്ട് കൊടുക്കണം. അതിപ്പൊ പാടാനുള്ളതല്ല, അതൊക്കെ ഖദീജ ബീവിക്ക് കൊടുക്കണം. അത് ഖദീജ ബീവി ശരിക്ക് പെർഫോമൻസിലൂടെ കാണിച്ചു കൊടുത്തു. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ പരിശുദ്ധി എന്ന് പറയുന്നത് ഇതാ നദർതഹ, ഭർത്താവ് വെളിയിൽ പോയി പുറത്തു പോയി, ഈ ഭർത്താവ് ക്ഷീണം സഹിക്കവയ്യാതെ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോ സറത്ക, നിന്റെ മുഖത്തേക്ക് നിന്റെ ഭർത്താവ് നോക്കുമ്പോ നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ നിന്റെ മുഖത്തിന് സാധ്യമാകണം. അതൊരു പെണ്ണിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാര്യങ്ങളാ പഠിപ്പിച്ചത്. എത്ര കാര്യങ്ങളാ പെണ്ണുമായി ബന്ധപ്പെട്ടിട്ട് ലോക തിരുമേനി നമ്മളെ പഠിപ്പിച്ചത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ പെണ്ണിന് സുരക്ഷിതത്വം കൊടുത്തു, അഭയം കൊടുത്തു. ആ പെണ്ണിന്റെ ചാരിത്രം കേരളക്കരയിൽ ഒരു കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. വലിയ വിശാലമായ പ്രവാസം നയിക്കുന്ന സമയത്ത് വേദനയോടുകൂടെ പെണ്ണ് ഭർത്താവിന് കത്തെഴുതിയിട്ടുണ്ട്. ഇത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നു എന്തെന്നാൽ ഏറെ പീരീശത്താൽ ചൊല്ലി സലാം, ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെയെന്ന് തന്നെ എഴുതിയിടട്ടെ. അതുപോലെ
നിങ്ങൾക്കെല്ലാവർക്കും സുഖമെല്ലാം കരുതി സന്തോഷിക്കട്ടെ. ആ ഭാര്യന്റെ ഒരു നിഷ്കളങ്കത ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഭർത്താവ് പോയിട്ട് 5 കൊല്ലം 6 കൊല്ലം 7 കൊല്ലം ദുബായിൽ, ഷാർജയിൽ, സിലോണിൽ, മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, എന്നിട്ടോ തന്റെ ചാരിത്രത്തെ കടിച്ച് പിടിച്ചിട്ട് മക്കളെ ഒരു ഉപ്പാന്റെ റോൾ എടുത്തിട്ട് നോക്കുന്ന പെണ്ണ് എഴുതുന്ന കത്തിന്റെ ഡിസിപ്ലിൻ എത്ര ഭവ്യതയുള്ള കത്താണ്. സരിതന്റെ കത്തല്ലത്. എത്ര ഡിസിപ്ലിനുള്ള കത്താണ്. നിങ്ങളാലും എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എന്തെന്നാൽ ഏറെ പിരിശം. അവിടെ ഇനി വേറെ എന്ത് വാക്ക് വെച്ചാലും മതിയാവൂല. പിരിശെന്ന് പറയുമ്പോ അത് മാപ്പിള പെണ്ണിനോടും പെണ്ണ് മാപ്പിളിനോടും പറയുന്ന ഒരു വർധന. സ്വന്തം ഭാര്യ എഴുതുന്നു എന്തെന്നാലേറെ പിരിശത്താൽ ചൊല്ലിടട്ടെ വസലാം. അടുത്ത വരിയിൽ പറയാൻ ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് തന്നെ എഴുതിയിടട്ടെ. എന്തിനാ അവിടെ ഒരു തന്നെ? ആക്ച്വലി വലിയ സുഖമൊന്നുമില്ല. നിങ്ങൾക്കൊരു സമാധാനം അവിടുത്തെ കത്തുപെട്ടിയിൽ പോയിട്ട് നിങ്ങൾ കത്തെടുത്തിട്ട് വായിക്കുമ്പോ കണ്ണീര് പോയിക്കണ്ട. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് തന്നെ എഴുതിക്കോട്ടെ. അതിന്റെ ഒരു മറുവശമുണ്ട്. വലിയ ദുഃഖമാണ് ഇവിടെ. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ 100 എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്. എന്തിനു ഗൾഫാകം കണ്ണുനീരും കൊണ്ട് എൻ കരൾ കാണുവാനാരുണ്ട്. ആലോചിക്കുക, എന്തിന് ഗൾഫാകം കണ്ണുനീരും കൊണ്ട് അല്ലേ? അതുകൊണ്ടേക്കാരൻ ഖാലിദ് ഗൾഫ് നിർത്തിയത് എനിക്കുണ്ട്. കണ്ണുനീരുകൊണ്ട് എന്തിനാ ഗൾഫ് എന്ന് അറിഞ്ഞപ്പം കുറെ ക്യാൻസലാക്കിയ മനുഷ്യന്മാർ. അഷ്റഫ് സാഹിബ്, കാരണം എന്താന്ന് വെച്ചാല് അത് കണ്ണീരിന്റെ പ്രവാസമാണ്. പിന്നെ ഈ പെണ്ണ് പറയാ ഭർത്താവിനോട്, 3-4 കൊല്ലം മുമ്പ് നിങ്ങൾ വന്ന് 8-10 ദിനം മാത്രം വീട്ടിൽ നിന്ന് അതിലുണ്ടായൊരു കുഞ്ഞിന് ഇന്ന് അവനിന്നും ചോദിക്കും വീടേന്ന്. എന്താണ് ഇതിന്റെ ഒരു ശക്തി? മുമ്പ് നിങ്ങൾ നാട്ടിൽ വന്ന് 8-10 ദിനം മാത്രം വീട്ടിൽ നിന്ന് അതിലുണ്ടായ ഒരു കുഞ്ഞിന് 3 വയസ്സായിന്ന് അവൻ ഇന്നും ചോദിക്കും where is our father? മദ്രസയിലെ ഉസ്താദ് അള്ളാന്റെ സിഫാത്ത് പറഞ്ഞു കൊടുത്തതാ. ആരാണ് മക്കളെ പഠിച്ചോനെന്ന് മദ്രസയിലെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു മക്കൾക്ക്. മക്കളെ ആരാ പഠിച്ചോനെ? ലോകത്തെ മുഴുവൻ നാളെ നമുക്ക് ചെലവിന് തരുന്നത് പഠിച്ചോനാണ്. നമുക്ക് ഭക്ഷണം തരുന്നത് പഠിച്ചോനാണ്. പക്ഷേ നിങ്ങളാരും പഠിച്ചോനെ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പൊ കുട്ടി ഇങ്ങനെ ആലോചിച്ച്, ശരിയാണ്. എണീറ്റുന്നാണ് കുട്ടി പറഞ്ഞ് അപ്പാപ്പാന്റെ മാതിരിയാണല്ലേ. നിങ്ങൾ ആലോചിക്കണം, ചെലവിന് തരുന്ന വാപ്പയാണ്, ആളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി. ഈ കഷ്ടപ്പാട് മുഴുവൻ ഉണ്ടായപ്പോ ഞാൻ പറയുന്നത് പ്രവാസിയെ പറ്റിയോ പ്രവാസ ജീവിതത്തിന്റെ നൊമ്പരങ്ങളെ പറ്റിയോ അല്ല. ഞാനിതിവിടെ പറയാൻ കാരണം ആ കഷ്ടപ്പാടിലും പെണ്ണായിട്ടാണ് ഭർത്താവിനോട് പെരുമാറിന്റെ അഭാവത്തിലും വീടിന്റെ കാര്യങ്ങൾ പരിശുദ്ധമായി നിയന്ത്രിക്കാൻ ഒരു അന്യൻ എവിടേക്ക് വന്നിട്ടില്ല. കാരണം അന്യർക്കറിയാം അവൾ ചാരിത്ര ശുദ്ധിയുള്ള പെണ്ണാണ്. ഈമാൻ എന്ന മതിൽ കെട്ടിയിരിക്കുന്നു ആ വീടിന്റെ ചുറ്റുവട്ടങ്ങളിൽ. ഒരു കല്ല് പോലും ആ വീടിന് മതിലായിട്ടില്ല, ഒരു ഗേറ്റ് പോലും ഇല്ലാത്ത വീട്. പക്ഷേ ഒരാൾക്കും പ്രവേശിക്കാൻ ധൈര്യമില്ല. കാരണം ആ വീടിന്റെ വീടിന് ചുറ്റും ഈമാനിന്റെ കാന്തിക വലയം നെയ്തിരിക്കുന്നു. ഈ ഒരു കോൺസെപ്റ്റ് പഴയ കാലത്തൊക്കെ ചില സ്ത്രീകളെ പറ്റി ഉണ്ടായിരുന്നു. ഭാവശുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത പണ്ട് മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഞങ്ങൾ ടീച്ചർ എടുത്തെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കാൻ. ഭാവശുദ്ധി, ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെ പറ്റിയായിരുന്നു ആ കാവ്യശകലം നമ്മളെ ഓർമ്മപ്പെടുത്തിയിരുന്നത്. ഇന്നിപ്പോ എന്താ? അന്ന് ചെങ്ങമ്പുഴ എഴുതിയതാണ്. ചെങ്ങമ്പുഴ എന്ന് പറയുന്ന കവി എഴുതിയതാണ് ആ പാട്ട്.
കാനന ചോലയിലാടുമേഘാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ആ വാക്ക് തന്നെ പറയാൻ പാടില്ല. സംസ്കാര ശൂന്യതയാണ്. പാടില്ല. നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തുകൂടാ. അത് അന്നത്തെ. ഇന്നിപ്പോ റീചാർജ് ഷോപ്പിലേക്ക് 200 രൂപേന്റെ ഈസി റീചാർജ് ചെയ്യാൻ വേണ്ടി പോയപ്പോ 98-95 എന്നുള്ളത് 99-95 എന്നായി. 2 ആഴ്ച കഴിഞ്ഞപ്പോ പിന്നെ കാണുന്നത് ഈ റീചാർജ് ചെയ്യാൻ പോയ +2 വിദ്യാർത്ഥിനിയും മധ്യവയസ്കനായ മറ്റൊരു മനുഷ്യനും കൂടിയിട്ട് തിരുവനന്തപുരത്തെ ലോഡ്ജിൽ പോലീസ് പിടികൂടി. പത്രത്തിൽ വന്ന ന്യൂസാണ്, ഞാൻ വെറുതെ പറയല്ല. അവിടെ വിവാഹം ഒരു കാവലാണ്. ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പെണ്ണിന്റെ വിവാഹം നടക്കാറുള്ളത്. ജമാലിഹ, അവരുടെ ബ്യൂട്ടി, വലിമാലിഹ, അവരുടെ വലി നസബിഹ, അവളുടെ ഹെറിഡിറ്റി, തറവാട്, വലി ദീനിഹ, അവരുടെ ഭക്തി, അവരുടെ മതം. പക്ഷേ ഭക്തിയുള്ള പെണ്ണിനെ കെട്ടിയിട്ട് വിജയിക്ക് സഹോദര. സാധാരണഗതിയിൽ പെണ്ണ് വിവാഹം കല്യാണങ്ങളും പ്രപ്പോസലുകളൊക്കെ നടക്കുന്നു. 4 കാര്യം. ജമാലിഹ, പെണ്ണിന്റെ ഗ്ലാമർ, പെണ്ണിന്റെ ബ്യൂട്ടി, പെണ്ണിന്റെ ഭംഗി നോക്കിയിട്ട് കല്യാണം കഴിച്ചു പോകുന്ന ഒരുപാട് കേസുകൾ കാണാൻ കഴിയുന്നുണ്ട് ഈ ലോകത്ത്. വലി ഹസബിഹ, ഹെറിഡിറ്റി, അവർ വലിയ തറവാട്ടുകാരാണ്. അപ്പൊ ആ തറവാട്ടിൽ ജനിച്ച പെണ്ണാണ്. എന്നാ പിന്നെ നമുക്ക് ആ കുടുംബത്തെ ഓർത്തിട്ടൊന്ന് കല്യാണം കഴിക്കാം. അങ്ങനെയും കല്യാണം കഴിക്കുന്നത്. പിന്നെ വലി മാലിഹ, എക്കണോമി, പെണ്ണ് അത്യാവശ്യം എക്കണോമിക്കലി ഫോർവേഡാണ്. ആ കുടുംബ സമ്പത്ത് നടക്കുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞു വലി ദീനിഹ. എന്തിനാ ദീനിനെ ലാസ്റ്റ് ആക്കിയത്? 4-മതായി പറഞ്ഞു. എന്തിനാ? ആ 4-മത് പറഞ്ഞ കാര്യത്തെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4-മത് അതിന് പറഞ്ഞത്. ഈ 4 കാര്യങ്ങളും പറഞ്ഞ് 4-മത് പറഞ്ഞതിന് മാത്രമാണല്ലോ പിന്നെ അള്ളാന്റെ റസൂൽ റിപ്പീറ്റ് ചെയ്തത്. വലി ദീനിഹ, പെണ്ണിന്റെ ദീനിന് മതഭക്തി നോക്കിയിട്ടും ചില ആളുകളെ പെണ്ണിനെ കല്യാണം കഴിക്കാറുണ്ട്. എന്നാൽ ദീനുള്ള പെണ്ണിനെ കെട്ടിയിട്ട് നീ വിജയിച്ചോ സഹോദര എന്ന് പറഞ്ഞ, ദീനുള്ള പെണ്ണിനെ കെട്ടിയാൽ വിജയിക്കും എന്നർത്ഥം. ബ്യൂട്ടിക്കൊക്കെ ഒരു ലിമിറ്റേഷൻ, എക്കണോമിക്കും ലിമിറ്റേഷൻ ഉണ്ട്. അത് ഇവിടുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷെ ദീനുള്ള പെണ്ണ് എന്ന് പറഞ്ഞാല് 2-3 കൊല്ലം മാത്രമല്ല ഭർത്താവിന്റെ കൂടെ ഒരു പെണ്ണ് വസിക്കേണ്ടതും താമസിക്കേണ്ടതും. അത് ലോങ് ലൈഫ്, ആജീവനാന്തം വസിക്കേണ്ടവളാണ്. തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെയാകുന്ന സമയത്ത് സംസാരത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ചെയ്യാനുള്ള മൈൻഡ് ദീനുള്ള പെണ്ണിന് പെട്ടെന്നുണ്ടാവുന്ന. സംഘർഷഭരിതമായ മനസ്സിനെ നിയന്ത്രിക്കാൻ ഈമാനുള്ള പെണ്ണിന് പെട്ടെന്ന് സാധിക്കുന്ന. പുറം കാഴ്ചകളിൽ ദീനുള്ള പെണ്ണ് പെട്ടെന്ന് കണ്ണ് മഞ്ഞളിച്ചു പോകില്ല എന്ന് പറഞ്ഞാല്, പുറത്തൊക്കെ പർച്ചേസിങ്ങിന് വേണ്ടി പോകുമ്പോ ഭർത്താവിന്റെ കൂടെ തന്നെ ആയിക്കൊള്ളുന്നില്ല, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് പോകേണ്ട അവസ്ഥ വന്നാൽ പുറത്തെ കാഴ്ചകളിൽ കണ്ണ് മഞ്ഞളിച്ചു പോകാതിരിക്കാൻ അവൾക്ക് ഏറ്റവും വലിയ സെക്യൂരിറ്റി അവളെ എന്തെങ്കിലും രീതിയിൽ തടഞ്ഞുകാണ്ട് ഭീഷണിപ്പെടുത്തലല്ല, പിന്നെ ആദ്യം അവൾക്ക് ദീനുണ്ടോ എന്ന പരിശോധന നടത്തലാണ്. ദീനുള്ള പെണ്ണാണെങ്കിൽ അതിൽ കണ്ണ് മഞ്ഞളിക്കാതെ സുരക്ഷിതയായി അവൾക്ക് തിരിച്ചു വരാനുള്ള പക്വത അള്ളാഹു ആ ഖൽബിൽ കൊടുത്തിട്ടുണ്ടാകുന്ന. എന്തിനാ ഫൾഫർ ബിദാത്തിദ്ദീൻ എന്ന് പറഞ്ഞത്? ഇന്ന് വികാസങ്ങളും നിങ്ങൾ എടുക്ക്. വാട്സപ്പ് കൂടെ തലാഖാണ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സൗദി അറേബ്യയിൽ നടന്നത്. നിങ്ങൾക്കറിയോ? പുതിയ തലാഖ്. അപ്പൊ എന്താ? ഭാര്യയുടെ അമിതമായ വാട്സപ്പ് ഉപയോഗത്തിൽ മനം നൊന്ത് ഭർത്താവ് ഡൈവോഴ്സൻ കേസ് കോടതിയിലെ മേശപ്പുറത്ത് ഫയൽ ചെയ്തിരിക്കുന്നു. മലയാള പത്രത്തിൽ വന്നു ന്യൂസ്. സൗദി ആണെങ്കിലും എന്തുകൊണ്ടാ? അതൊരു പുതിയ വെറൈറ്റി കേസാണ്. ഇനി അത് റെഗുലർ കേസായി മാറും. സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റു തലാഖ് പോലെയാകാൻ പോവുകയാണ് ഇനി വാട്സപ്പ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ തലാഖ്. ഇപ്പൊ കല്യാണം അങ്ങനെയാണല്ലോ അവിടെ. അപ്പൊ ആ രീതിയിൽ അന്വേഷണം നടത്തിയ സമയത്ത് ഈ യുവാവ് ചെറുപ്പക്കാരൻ കോടതിയിൽ വ്യക്തമായി അതിന്റെ പ്രൂഫ്, അതിന്റെ എവിഡൻസ് എന്താ, നിങ്ങൾ അങ്ങനെ ഒരു വാട്സപ്പിന്റെ പേരിൽ പെണ്ണിനെ തൊലാക്കെല്ലാം കാരണം ഒന്നും കൂടി വ്യക്തമാക്കി പറയണമെന്ന് കോടതിയിലെ ജഡ്ജി പറഞ്ഞപ്പോ ഈ സഹോദരൻ പറഞ്ഞു, ഞാനാണ് ഇവൾക്ക് മൊബൈൽ എടുത്ത് കൊടുത്തത്. ശരി. പിന്നെ അവൾ എന്നോട് പറഞ്ഞു നെറ്റ് കണക്ഷൻ വേണം, കാരണം എന്റെ കൂട്ടുകാരികൾക്കൊക്കെ അതുണ്ട്, ഞാൻ അതും കൊടുത്തു, ഇനി കുറവ് വേണ്ട.
അതിന്റെ കൂടെ പറഞ്ഞു വാട്സപ്പ് കണക്ഷൻ കൂടി വേണം, കാരണം നിങ്ങളെ വിവരങ്ങളൊക്കെ എനിക്ക് അറിയാനോ, നമ്മളെ വിവരങ്ങളൊക്കെ കുറച്ച് ആബ്സെൻസിലാണ്, കുറച്ച് അപ്പുറത്താണ് ജോലി, വേറെ രാജ്യത്താണ് ജോലി. അതുകൊണ്ട് തന്നെ വീട്ടിലത്തെ കാര്യങ്ങള്, കുട്ടീന്റെ കളിയും ചിരിയും ഇതൊക്കെ കൊടുക്കണം. ഭർത്താവിന്റെ അവിടെയുള്ള അഹ്വാലും സറൗണ്ടിങ്സും ഒക്കെ ഇങ്ങോട്ട് വിട്ടുകൊടുക്കണം. ശരിയാണ്, നല്ല നീയത്താണ്. പക്ഷെ നല്ല നീയത്തിനും വേണ്ടി കാര്യങ്ങളൊക്കെ നടന്നു. അത് പുരോഗതി പ്രാപിച്ചു. പിന്നെ ഗാലറിയിൽ പിക്ചറുകൾ കൂടി വന്നു. പിന്നെ വാട്സപ്പ് കണക്ഷൻ മെല്ലെ കുറഞ്ഞു വന്നു. മാസത്തിൽ ഇവള് വിളിച്ചിട്ട് പറയും നെറ്റ് കഴിഞ്ഞിട്ടുണ്ട്, റീചാർജ് ചെയ്ത. ഈ റീചാർജ് ചെയ്യുന്നതിന്റെ ഒരു ഉപകാരവും ഭർത്താവിന് കിട്ടുന്നില്ല. അങ്ങനെ അദ്ദേഹം ഈ കംപ്ലൈന്റ് ചെയ്തു. അവസാനം അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ റിപ്ലൈ പോലും വാട്സപ്പിൽ പെണ്ണ്, എന്നാൽ ഫുൾ ടൈം അവൾ ഓൺലൈനിലാണ്. രാവിലെ നീച്ചിട്ട് ഇന്നലെ രാത്രികത്തെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുമ്പോൾ 1 മണി 1:30 മണിക്കാണ് ആള് വാട്സപ്പ് ഓഫ് ചെയ്യുന്നത്. ഭർത്താവായിട്ടുള്ള കോൺവെർസേഷനും ചാറ്റിങ്ങും ഭക്ഷണം അവസാനിപ്പിച്ച അവളുടെ വാട്സപ്പ് പിന്നെ എന്തുകൊണ്ട് 1:30 മണി വരെ എന്നെ പങ്കെടുപ്പിക്കാതെ പ്രവർത്തിച്ചു? ഇത് തിരിച്ചറിയാൻ അദ്ദേഹം ഒരു പണിയെടുത്തു. അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് ഈ വിഷയം പറഞ്ഞിട്ട് സുഹൃത്തിനെ മെല്ലെ പാട്ടിലാക്കിയിട്ട് സുഹൃത്തിന്റെ വാട്സപ്പ് കണക്ഷനുള്ള മൊബൈലിന് ഹലോ എന്നുള്ളൊരു കമാൻഡ് അങ്ങോട്ട് അയച്ചു. അപ്പൊ പിന്നെ മറുപടിയുടെ ഘോഷയാത്രയായിരുന്നു എന്നാ പറഞ്ഞത്. അവിടെ വെച്ചിട്ട് ആ സഹോദരൻ തീരുമാനിച്ചു, ഇനി ഈ മുതലായിട്ട് മുന്നോട്ട് പോകാൻ ഞാനില്ല. കാരണം നഷ്ടപ്പെട്ടു. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഞാൻ ഈ വിഷയം പറയുന്നത് എന്തിനാന്ന് വെച്ചാല്, പുതിയ സംവിധാനങ്ങൾ പരസ്പര വിശ്വാസത്തെ തകർക്കുന്നു. പഴയ കാലത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു, നമുക്ക് വണ്ടില്ല, മൊബൈൽ ഫോണില്ല, ഒരു സംവിധാനമില്ല. പക്ഷെ ആ പരസ്പര വിശ്വാസം, അന്നത്തെ കോപ്പറേഷൻ, അന്നത്തെ സഹകരണ മനോഭാവം എത്ര സുതാര്യം, എത്ര സുദൃഢം, എത്ര സുന്ദരം, എത്ര സുരഭിലം. കാരണം ഇവിടെയുള്ള കപ്പ, ചേമ്പ്, ചേന ഈ സാധനങ്ങൾ മുഴുവൻ എടുത്തിട്ട് ചാക്കിലാക്കിയിട്ട് മലയും കുന്നും താണ്ടി രാവിലെ പുറപ്പെട്ടാൽ വൈകുന്നേരം അമ്മായിന്റെ, എന്നിട്ടോ അവിടെ 2-3 ദിവസം പാർക്കാൻ. അവിടെ ഓഫീസ് റൂമിനും ഡൈനിങ് ഹാളിനും അല്ല പ്രാധാന്യം, അവിടെ ബെഡ്റൂമുകൾക്കായിരുന്നു പ്രാധാന്യമുണ്ടായിരുന്നത്. കാരണം ഏത് വീടെടുക്കുമ്പോഴും എക്സ്ട്രാ റൂം കൂടി കാണും. എപ്പോഴും ഗസ്റ്റ് വരാനും ഗസ്റ്റ് റെസിഡൻഷ്യൽ സംവിധാനത്തോടു കൂടെ അവിടെ നിൽക്കാനും സാധ്യത കൂടുതലായിരുന്നു. 3 ദിവസം അവിടെ തങ്ങി അവിടുത്തെ കാർഷിക വിഭവങ്ങൾ, മറ്റെന്തെങ്കിലും വസ്തുക്കൾ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വേറൊരു കീസിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്തൊരു കൂടിയാടൽ, എന്തൊരു കോപ്പറേഷൻ. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ സ്വന്തം ജ്യേഷ്ഠന്റെ മക്കളെ, അനുജന്റെ മക്കളെ കല്യാണം ഉണ്ടായാൽ പോലും പന്തൽ കെട്ടിക്കൊടുക്കാൻ ഇവന്റ് മാനേജ്മെന്റ്. പരസ്പര സഹകരണം പോയി. സംവിധാനങ്ങൾ കൂടുമ്പോ പരസ്പര വിശ്വാസം കുറയും എന്നാണ്. അത് ഭാര്യയായാലും ഭർത്താവായാലും. വിവാഹം എന്ന് പറയുന്നത് ഒരു പരിശുദ്ധിയുടെ ഒരു സെക്യൂരിറ്റിയാണ്. ഈ സെക്യൂരിറ്റി സെക്യൂർ ആണോ എന്ന് പഠിക്കുക എന്നതാണ് ഭർത്താവിന്റെ റോള്. ഇത് രണ്ടുപേരും ഈ റോളിൽ ശരിക്കും മുന്നോട്ട് പോകേണ്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. വാരിയല്ലാണ് ഭാര്യ. ഒരു ഫീമെയിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ മെയിൽ ഉണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഷീ, SHE എന്ന് പെണ്ണിനെ പറ്റി പറയുമ്പോ ഇനി ആണിനെ പറ്റി പറയാൻ വേറൊന്നും വേണ്ട. അതിൽ നിന്ന് എസിനെ ഡിലീറ്റ് ചെയ്താൽ ആണ്. MRS മിസ്സിസ് പെണ്ണിനെ വിളിക്കാറുണ്ട്. മിസ്റ്ററെ കൊണ്ടുവരാൻ M ഡിലീറ്റ് ചെയ്താൽ മതി, അതിന്റെ അകത്ത് തന്നെ ഉണ്ട് മിസ്റ്റർ. മെയിൽ, ഫീമെയിൽ. ആദം എന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ പറയും. ആദം, പരിശുദ്ധ അബുൽ ബഷർ, അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. പെണ്ണിനെ വിളിക്കാൻ ആദമിന്റെ കൂടെ ആദ്യം ഒരു M, മാഡം. അതുകൊണ്ട് ആണും പെണ്ണും എത്ര പരസ്പര ബന്ധിതങ്ങളാണ്. വല്ലൈലി ഇദാ യഗ്ശ, രാത്രി കൂടി വന്നഹാരി ഇദാ തജല്ല, പകല് പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ രാവിനെ പറഞ്ഞ റബ്ബേ അടുത്തതായി നീ പകലിനെ പറയുകയാണ്. രാവും പകലും പറഞ്ഞ തമ്പുരാനെ തൊട്ടപ്പുറത്തെ ആയത്തിൽ നീ എന്താണ് ഞങ്ങളെ പഠിപ്പിച്ചത്? വമാ ഖലഖദ് ദകറ വൽ ഉൻസാ,
ആണിനെയും പെണ്ണിനെയും ഞാൻ വെറുതെ പടച്ചതല്ല. ദക്കർ ആണ്, ഉൻസ പെണ്ണ്, ദക്കർ പൗരുഷം, ഉൻസ സ്ത്രൈണം, ലൈല് രാത്രി, നഹാറ് പകല്, ഡേ കഴിഞ്ഞാൽ പിന്നെ നൈറ്റാണ്, നൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഡേ ആണ്, ഡേയും നൈറ്റും കഴിഞ്ഞാൽ പിന്നെ മെയിലും ഫീമെയിലുമാണ്. രാത്രി പകലിന് എത്ര ബന്ധപ്പെട്ടതാണോ, പകല് രാത്രിക്ക് എത്ര ബന്ധപ്പെട്ടതാണോ, അതുപോലെയാണ് ആണ് പെണ്ണിന്, പെണ്ണ് ആണിന് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ. ഒന്നാലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവർ, എന്തിനാ പിന്നെ ഖുർആൻ ഇതൊക്കെ പറഞ്ഞത്? അല്ലാഹു മറ്റൊരായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ്. അതിന്റെ അർത്ഥം ഞങ്ങളെ പറഞ്ഞതിന്റെ ആവശ്യമില്ല. ഓഫ് മാൻകൈൻഡ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും, God created you, आप लोगों को खुदा जल्ल शानू पैदा किया है. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ലോകത്തെ എല്ലാ ഭാഷയുള്ള നാടാണെന്ന്. ഇവിടെ വന്നാൽ മതി, ദാറുൽഹുദന്റെ കോഴ്സിലേക്കൊന്നും പോകണ്ട. ഞങ്ങളെ കോഴ്സിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബഹുഭാഷ പഠിപ്പിക്കുന്ന കോഴ്സാണ്. കുട്ടികളൊക്കെ വേഗം രക്ഷിതാക്കൾ പെട്ടെന്ന് ചേർത്താൻ താല്പര്യപ്പെടുന്നത് ദാറുൽഹുദ സിലബസിൽ ഹുദവി ബിരുദെടുത്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത ഭാഷകൾ അവിടെ പഠിപ്പിക്കപ്പെടുന്ന. നിങ്ങൾക്കറിയില്ലേ, ഇവിടെ വരാൻ പോകുന്നു എന്റെ സുഹൃത്ത് സിസാറുൽ ഹഖ് ഹുദവി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞങ്ങളുടെ നാട്ടിലൊക്കെ, എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം, മമ്പാട് അരീക്കോടിന്റെ അടുത്താണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലടക്കം സംസാരം സിൻസാറിനിപ്പോ കാസർകോട്ടുകാർ വിലക്ക് വാങ്ങിയിട്ടുണ്ട്, സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടുണ്ട്, ഇവിടുത്തെ പൗരത്വം കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ്. ശനിയാഴ്ച അബുദാബിയിലാണെങ്കിൽ വെള്ളിയാഴ്ച കാസർഗോഡ്. ബഹുമാനപ്പെട്ട അദ്ദേഹം ഗൾഫിൽ പരിപാടി എടുത്തത് ഇഷാ മാരിബിന്റെ ഇടയിൽ ഇംഗ്ലീഷ്, ഇഷ കഴിഞ്ഞാൽ പിന്നെ മലയാളമാണ്. ഞാൻ പറയാം, ഇവിടെ വരുമ്പോ ആലോചിച്ചു പോകാണ്, സപ്തഭാഷകളുടെ സംഗമ ഭൂമിയാണ് ഇത് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അല്ലേ? വ്യത്യസ്ത ഭാഷകൾ. ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടി തന്നെ ഈ മണ്ണിന്റെ ഒരു സുഗന്ധം കൊണ്ട് ബഹുഭാഷാ പണ്ഡിതനായി തീരാണ്. നിങ്ങൾ ആ ഒരു സംസ്കൃതിയെ ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല, ഇതിന്റെ റൈറ്റിംഗ് വെറും ഓറൽ സ്കില്ല് മാത്രം കൊടുത്താൽ പോലെ റൈറ്റിംഗ് ആൻഡ് റീഡിംഗ്, ഈ കുട്ടികൾക്ക് ഈ ഭാഷകളൊക്കെ വായിക്കാനും എഴുതാനും ഉള്ളൊരു സ്കില്ല് കൂടി രക്ഷിതാക്കൾ കൊടുക്കുകയാണെങ്കിൽ ലോകത്ത്, ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും വളരെ എന്താ പറയാ സ്റ്റാറ്റസ് ഉള്ള ഒരു വിദ്യാർത്ഥി വ്യൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. ഇതൊക്കെ ദൈവത്തിന് ഉപയോഗപ്പെടുത്തണം. ഈ കുട്ടികളൊക്കെ നമ്മൾ ഇങ്ങനെ ദൈവത്തിന് ഉപയോഗപ്പെടുത്തണം. അതാണ് നമ്മുടെ മുസ്ലിം സമൂഹത്തിനെ ഒരുമയിൽ യുനാനിമസ് യൂണിറ്റിയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഇടയിലുള്ള സകലമാന ഭിന്നതകളും നമ്മൾ അവസാനിപ്പിക്കണം. ഇന്നത്തെ ലോകം അതൊന്നുമല്ല ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ചിന്തിക്കുക, ലോകാടിസ്ഥാനത്തിലുള്ള ഒരു ഇസ്ലാമിക പ്രബോധനമാണ് ആവശ്യം. നമുക്ക് നമ്മുടെ നാട്ടിന്റെ ഇടയിൽ സംഘടനയിലുള്ള ചെറിയ പ്രശ്നങ്ങളും ചെറിയ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ഊതി വീർപ്പിച്ചിട്ട് വലിയ സംഭവങ്ങളാക്കുക, അതൊന്നുമല്ല. ഇതിന് ശേഷം ഒരു ഖബറുണ്ട്, ഇതിന് ശേഷം ഒരു മഹ്ശറുണ്ട്, ഒരു സിറാത്ത് പാലം കടക്കാനുണ്ട്. അത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചും മറുപടിയും പറഞ്ഞും ജീവിച്ചാൽ ഒന്നും നേടാൻ പോകുന്നില്ല. നമ്മളതൊക്കെ ചിന്തിക്കണം. നമ്മുടെ യൂണിറ്റി, അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാലൽ മുസ്ലിമീൻ എന്ന് ദുആ ചെയ്യുന്നത്, ഉംറക്ക് പോകുന്ന ആൾക്കാർ ഈ ദുആ കേൾക്കാറുണ്ടല്ലോ. റമളാനിൽ നമ്മൾ എത്ര മലയാളികൾ ഈ ദുആക്ക് ആമീൻ പറയാറുണ്ട്. അവിടെ മുസ്ലിമീൻ എന്നൊരൊറ്റ വാക്കേ കേൾക്കുള്ളൂ. ആ വാക്ക് കേൾക്കുമ്പോൾ ഒരു കുളിര. കാരണം ലോകത്തെല്ലാ മുസ്ലിം അതിൽ ഉൾപ്പെടുത്തും. അവിടെ പാർട്ടിയില്ല, അവിടെ സംഘടനയില്ല, അവിടെ ആദർശ പ്രസ്ഥാനമില്ല. മുസ്ലിമീൻ اللهم فرج هم المهمومين من المسلمين اللهم نفس كرب المكروبين من المسلمين اللهم اقلب دين عن المدينين من المسلمين اللهم اشف مرضانا ومرضى المسلمين. പിന്നെ പറയുന്നതോ അല്ലാഹുമ്മ വഹിദ് സുഫൂഫൽ മുസ്ലിമീൻ, അല്ലാഹുവേ മുസ്ലിംകളുടെ സഫിനെ ഒന്നാക്കണേ അല്ലാഹ്. മക്കത്തെ ഇമാമിങ്ങളുടെ ദുആ, മദീനത്തെ പള്ളിയിലെ ഇമാമിന്റെ ദുആ, ആ ദുആ പോലെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുമ്മ വഹിദ് സുഫൂഫൽ മുസ്ലിമീൻ വഅസ്ലിഹ് ദാത ബൈനഹിം, അവർക്കിടയിൽ സുൽഹ് ചെയ്യണേ തമ്പുരാനെ. വബഅദി ശൈത്വാന അൻഹും, അവർക്കിടയിൽ നിന്ന് പിശാചിനെ എടുത്തു മാറ്റണേ റബ്ബേ. വസ്രിഫിൽ അസബിയ്യത്തൽ ജാഹിലിയ്യത മിൻ ബൈനി ബുൽദാനിഹിം വശുഊബിഹിം യാ റബ്ബൽ ആലമീൻ.
ജാഹിലിയ കാലത്തുണ്ടായിരുന്ന വിഭാഗീയത അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് തുടച്ചു നീക്കണേ തമ്പുരാനെ എന്ന് ഇസ്ലാമിന്റെ പരിശുദ്ധ ഹറം ഷരീഫിൽ നിന്ന് ഇമാം ദുആ ചെയ്യുമ്പോൾ കോടാനക്കോടി മനുഷ്യന്മാർ ആമീൻ പറയുകയാണ്. അല്ലാഹുവേ, ആ സംഭവത്തെ ഇവിടെ പുലർത്തി കാണണേ അല്ലാ. അല്ലാഹുവേ, ആ ഐക്യം ഇവിടെ ജ്വലിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. എന്റെ ഉമ്മമാരെ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ളുഹാ പതിവാക്കുന്ന ഉമ്മമാരെ കണ്ടിവിടെ ആ ഉമ്മാന്റെ ഒക്കെ കൈ ഇങ്ങനെയാണ് അള്ളാന്റെ ദർബാർക്ക് നീണ്ടാൽ പടച്ച റബ്ബ് വാങ്ങാതെ മടക്കൂല. അതിനാണ് ദുആ ചെയ്യുന്നത്, ലാ തറുദ്ദൻ ഐദിയന ഖായിബീന ഖാസിരീൻ. പടച്ചോനെ, ഈ ഉയർത്തിയ കൈകളെ നീ വെറുതെ മടക്കല്ല റബ്ബേ, ഇതിനെ കബൂലാക്ക്. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സർവ്വതും സമർപ്പണം നടത്താനുള്ള ഒരു മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് സംസ്കാരമാണ്, ഇത് സിവിലൈസേഷനാണ്, ഇത് ബിഹേവിയർ. ലോകത്തിന്റെ മുമ്പിൽ വലിയ കൾച്ചർ പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ അവകാശി കൾച്ചർലെസ് ആവാൻ പാടില്ല, സംസ്കാര ശൂന്യനാവാൻ പാടില്ല. നമ്മുടെ വാക്ക് മധുരമാകണം, നമ്മുടെ പെരുമാറ്റം ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നമ്മുടെ മതത്തിലുള്ള ഒരാളെയും പ്രയാസപ്പെടുത്തരുത്, അന്യമതസ്ഥനെ തീർത്തും പ്രയാസപ്പെടുത്തരുത്. അങ്ങനെയാകണം ഒരു മുസ്ലിം. ഈ വേനൽക്കാലമായി എന്റെ ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വേനലിന്റെ സ്തപിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യാഘാതത്തിൽ വെള്ളം കിട്ടാതെ തൊണ്ട വരണ്ടിട്ട് എത്ര പക്ഷിപ്പറവുകൾ ചത്തുപോകുന്നു. വീട്ടിന്റെ മുറ്റത്തൊരു വെള്ളം വെക്കൽ നമ്മുടെ കർത്തവ്യമാണ്. ഇതൊക്കെ ഇസ്ലാമാണ്. ഞാൻ പെണ്ണിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. എന്റെ സമയം വളരെ പരിമിതമായി പോയി. ഞാൻ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്, രാവിലെ ക്ലാസ് ഉള്ളതാണ് എല്ലാ ദിവസവും, അതുകൊണ്ട് പരിപാടി ക്ലാസ്സിന് തടസ്സമാകരുത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സുഹൃത്തുക്കൾ അത് അംഗീകരിക്കുകയും ഇങ്ങോട്ട് പരശുരാം, അങ്ങോട്ട് വെസ്റ്റ് കോസ്റ്റ്, കാസർഗോഡ് പരിപാടിക്കൊക്കെ ട്രെയിനിൽ പോരുകയാണെങ്കിൽ ഞങ്ങളിൽ ദർസുള്ള ക്ലാസ്സുള്ള പല പ്രഭാഷകരും ആ രീതിയിലാണ് ഏൽക്കാറുള്ളത്. കാരണം നമ്മളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും നമുക്ക് അവരോട് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് പരശുരാമിന് വന്ന് അങ്ങോട്ട് വെസ്റ്റ് കോസ്റ്റിന് പോയാൽ 3.5 മണിക്ക് എനിക്ക് കുറ്റിപ്പുറത്ത് ഇറങ്ങാൻ പറ്റും. ആ കുറഞ്ഞ ഉറക്കം കിട്ടും. രാവിലെ സുബഹിക്ക് ശേഷം ക്ലാസ് ഉള്ളതാണ്. പ്രിയപ്പെട്ടവര്, ഞാൻ അങ്ങനെ പറയാൻ കാരണം പെട്ടെന്ന് വന്നാണ്ട് പെട്ടെന്ന് പോയി എന്നുള്ള ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടാകരുത്. അതുകൊണ്ട് പറയാം, വളരെ നേരത്തെ പരിപാടി തുടങ്ങണം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വന്നതായിരുന്നു. നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങി ആയപ്പോഴേക്കും 9 മണി കഴിഞ്ഞു. എന്നാലും അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങൾ ഫാറൂഖ് സയ്യിദ് അവർഗറുടെ, ബുഖാരി തങ്ങളവർഗറുടെ നല്ല ഒരു ഹൃദ്യമായ പ്രാർത്ഥന നമുക്ക് കിട്ടി. എല്ലാം തങ്ങളതിൽ ശാമിലാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും തങ്ങളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സയ്യിദാണ്, അഹ്ലുബൈത്താണ്. ആ അഹ്ലുബൈത്തിന്റെ രക്തത്തിൽ പിറന്ന ആൾക്കാരൊക്കെ പടച്ച റബ്ബിനോട് കൈ ഉയർത്തിയാൽ ആ ദുആ അഖ്റബു ഇലൽ ഇജാബ, ഉത്തരം കിട്ടാൻ ഏറ്റവും യോഗ്യമാണ്. അല്ലാഹു ഇന്നത്തെ ദുആഇനെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം പെണ്ണിന്റെ സുരക്ഷിതത്വം വിവാഹത്തിലൂടെ ഉണ്ടാകാൻ. നമ്പർ 1, അവൾക്ക് ആദ്യമായിട്ട് വേണ്ടത് തഹ്ഫീലു നഫ്സിഹാ അനി തബറുജി. തബറുജിൽ നിന്ന് തന്റെ നഫ്സിനെ സംരക്ഷിക്കലാണ്. തബറുജി എന്ന വാക്ക് അഴിഞ്ഞാട്ടം വലിയൊരു വിഷയമാണ്. ഇപ്പൊ ഈ അടുത്ത് ഒരു 3 ആഴ്ച മുമ്പ് 2 മുസ്ലിം പെൺകുട്ടികൾ വന്നാണ്ട് ഒരു പ്രശസ്തമായ മുമ്പിൽ വന്നാണ്ട് പറഞ്ഞത് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, സോഷ്യൽ മീഡിയ കൂടെ. തലയിൽ ധരിക്കുന്ന ശിരോവസ്ത്രം എടുത്തിട്ട് അവള് തോളിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാന് ഞങ്ങളുടെ മദ്രസയുടെ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പാസ്സായ പെൺകുട്ടിയാണ്, ബട്ട് എന്റെ വിശ്വാസത്തിൽ ഖുർആൻ ഓൺലി എ ബുക്ക്, നഊദു ബില്ലാഹ്, അതൊരു ബുക്ക് മാത്രമാണ് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ഇവളൊക്കെ തൊലിക്കട്ടി അപാരമാണ്, കണ്ടാമൃഗം തോറ്റുപോകുക തൊലിക്കട്ടിന്റെ മുമ്പിൽ. കാരണം അള്ളാന്റെ ദീനുൽ ഇസ്ലാം അദബും മര്യാദയും പഠിപ്പിച്ചു കൊടുക്കുന്ന വീട്ടിൽ നിന്ന് ഉമ്മാന്റെ അച്ചടക്കം കിട്ടുക, പുറത്തുനിന്ന് മദ്രസയിൽ നിന്നുള്ള കിതാബുകൾ മുഴുവൻ പഠിക്കുക. ഇവളൊന്ന് വലുതായി എനിക്ക് കുറച്ച് വിദ്യാഭ്യാസം ഭൗതികമായ
ആരോട് ഇനി എന്തും പറയാ. എന്നെ ശ്രദ്ധിക്കാൻ ചാനലുകാരുണ്ട്, എന്നെ വീക്ഷിക്കാൻ ഒരുപാട് മാധ്യമ പ്രവർത്തകന്മാരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് പറയാം എന്ന ധൈര്യത്തിലാണ് ഇവൾ പറഞ്ഞത്. ഖുർആൻ ഒരു പുസ്തകം മാത്രമാണ്. പെണ്ണിന് മെൻസസ് വരുമ്പോ പീരിയോഡ് ടൈം വരുന്ന സമയത്ത് ഖുർആൻ തൊടണ്ടാന്ന് ഞങ്ങളെ മതത്തിലുള്ള കുറച്ച് പുരോഹിതന്മാര് പറയുന്നു. അതൊന്നും ശരിയല്ല എന്നുകൂടി ഒരു പെണ്ണ് പറഞ്ഞു. പിന്നെ മറ്റേ പെൺകുട്ടി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്ന ഞങ്ങളുടെ മതത്തിന്റെ ഇടയിൽ നടക്കുന്ന ഏറ്റവും വലിയ ദുരാചാരമാണ് ഒരു കല്യാണോ ഒരു സൽക്കാരോ എന്തെങ്കിലും ഫംഗ്ഷനോ ഉണ്ടാവുകയാണെങ്കിൽ മുസ്ലിങ്ങളാണ് ആ ഫംഗ്ഷൻ നടത്തുന്നതെങ്കിൽ പെണ്ണുങ്ങന്മാര് ഒരു കർട്ടന്റെ അപ്പുറത്ത്, ആണുങ്ങൾ കർട്ടന്റെ ഇപ്പുറത്ത്. ഇപ്പോഴും മിക്സ് ആവാൻ ഞങ്ങളെ മതം അനുവദിക്കുന്നില്ല. അതൊക്കെ ഒരു തരം പൗരോഹിത്യമാണ് എന്ന് മറ്റൊരു കുട്ടിയും പറഞ്ഞു. നമ്മളെ ഏറ്റവും വലിയ ഭീഷണി മതത്തിന്റെ അകത്തുള്ള ശത്രുക്കളാണ്. യാതൊരു സംശയവുമില്ല. പെണ്ണൊരുമ്പെട്ടാൽ എന്നൊരു വാക്കുണ്ട് മലയാള ഭാഷയിൽ. പെണ്ണൊരുമ്പെട്ടാൽ, പെണ്ണൊരുമ്പെട്ടാൽ അത് ഒരു ചോദ്യമാണ്. അതിനെന്താ പിന്നെ നതീജല്ല, ജവാബില്ല. സങ്കല്പിക്കേണ്ടതൊക്കെ സങ്കല്പിക്കാന്ന് അതിന്റെ അർത്ഥം. ഒരു പെണ്ണൊരുമ്പെട്ടാൽ, ഇപ്പൊ കണ്ടില്ലേ സരിത ഉരുമ്പെട്ടപ്പോ എന്തൊക്കെ ഉണ്ടായി? ഉമ്മൻചാണ്ടിക്ക് ഓർക്കുണ്ടോ? പ്രതിപക്ഷത്തുള്ളവർക്ക് ഓർക്കുണ്ടോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഹേർട്ട് പൾസ് കൂടി എന്നാ പറഞ്ഞത്. കാരണം എന്റെ പേര് വരും ഒപ്പം തന്നെ കത്ത് 30 ജുസ് എന്നൊക്കെ പറയണ മാതിരി. അപ്പൊ സരിതയിലെ കത്തിന് 30 പേജാ. എന്നിട്ട് അത് കൊണ്ടാടുക മാധ്യമങ്ങള്. ഒരു പെണ്ണ് ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയാകുക എന്ന് തുടങ്ങിയതായി സരിതഭ്രമം, സരിതായിസം, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, സെക്യുലറിസം എന്ന് പറഞ്ഞ മാതിരി സരിതായിസം. സരിത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ലോകത്തൊരു പുതിയ പ്രസ്ഥാനമായി മാറുമെന്ന് ഞാൻ പേടിക്കുകയാണ്. സോളാർ ഇഷ്യൂവിൽ ഒരു പിടികിട്ടാ പുള്ളി അവസാനം ജയിലിൽ പോയിട്ട് ശിക്ഷയൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ചു വരുമ്പോ കേരളക്കാര് മുഴുവൻ കൂടി നിന്നിട്ട് ഓട്ടോഗ്രാഫ് വാങ്ങാൻ തിരക്ക ഒരു പുള്ളിന്റെ. നമ്മളെ സംസ്കാരം ആലോചിച്ച് നോക്കണം നിങ്ങൾ. രണ്ടാമത് കേരളത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ പേരുണ്ടായിരുന്നു. സാക്ഷരതയിൽ 100%, സംസ്കാരത്തിൽ 100%. ആ പേരും പോയി. ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താ? നിയമസഭയിൽ കണ്ടില്ലേ നമ്മള്? ബാലവാടിയിൽ ചെറിയ നഴ്സറിയിൽ കുട്ടികളെ കാട്ടുന്ന മാതിരി പത്രങ്ങളിലൊക്കെ അടിങ്ങി വന്നു. ഒരു പത്രത്തിൽ പിച്ചി, മറ്റേ പത്രത്തിൽ മാന്തി, അടുത്ത പത്രത്തിൽ കടിച്ചു. ആരാധന വലിയ MLA മാര്. സുബ്ഹാനല്ലാഹ്, 4 ചോദ്യങ്ങൾ. അപ്പൊ എന്താ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, നമ്മളെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പള്ളി കമ്മിറ്റി തീർത്തിട്ട് തീരാത്ത പ്രശ്നം, അമ്പല കമ്മിറ്റി തീർത്തിട്ട് തീരാത്ത പ്രശ്നം, ചർച്ച് കമ്മിറ്റി തീർത്തിട്ട് തീരാത്ത പ്രശ്നത്തിന് പിന്നെ എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചിട്ട് ഒരു സമൂഹ ചർച്ച വെക്കും. അതിൽ ആരെക്കാരും കോൺസെൻട്രേറ്റ് ചെയ്യാൻ, പിന്നെ അതിനെ റെപ്രസെന്റേറ്റ് ചെയ്യേണ്ടത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. പഠിച്ചോനെ ഈ ആൾക്കാരൊക്കെ ഇനി വിളിച്ച എന്തേക്കാര അവസ്ഥ? ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കല്ല. നമ്മൾ ഒരു സംസ്കാരവും ഒരു ഇരുത്തം എന്നൊരു രീതിയൊക്കെ നമുക്ക് വേണ്ടേ, നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? അത് വീട്ടില് പെണ്ണിന് പ്രദർശിപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് പെണ്ണിന്റെ പരിശുദ്ധി കാക്കപ്പെടാനുള്ള ഫസ്റ്റ് നമ്പർ 1 കണ്ടീഷൻ തഹ്ഫീദു നഫ്സിഹാ അനി തബറുജി. പെണ്ണ് തബറുജിൽ നിന്ന് തന്റെ ശരീരത്തെ കാത്തുരക്ഷിക്കലാണ്. രണ്ടാമത്തേത് ഗള്ളുൽ ബസർ, കണ്ണ് ചിമ്മലാണ്. അനാവശ്യങ്ങളിലേക്ക് നോക്കാതിരിക്കുക വലിയ വിഷയമാണത്. അനാവശ്യങ്ങളിലേക്ക് പെണ്ണ് നോക്കാതിരിക്കുക എന്ന് പറഞ്ഞാല് ജീവിതം പെണ്ണിന് പരിശുദ്ധി കൊടുക്കുന്നത് ഭർതൃരക്ഷിത യൗവന. അവള് യുവതിയാകുമ്പോ അവളെ രക്ഷിക്കുന്നത് ഭർത്താവാണ്. അപ്പൊ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം, എന്റെ എല്ലാം എന്റെ ഭർത്താവാണ്. പിന്നെ പെണ്ണിന്റെ ഔറത്ത് ഭർത്താവിന്റെ മുമ്പിൽ നിനക്ക് ഔറത്തില്ലടി. ഒരു മതമൊക്കെ അങ്ങനെ പറയണമെങ്കിൽ ആരെ പറ്റിയത്? ലോകത്തിന്റെ ഏതോ ഒരു കോണിലിരിക്കുന്ന മനുഷ്യൻ, ലോകത്തിന്റെ ഏതോ കോണിലിരിക്കുന്ന ഒരു യുവതി. ഇവര് രണ്ടുപേരും ഇത്രയും കാലം യുവതിയും യുവാവുമായിരുന്നു. ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ചടങ്ങിൽ വെച്ചിട്ട് അഖദ് നടക്കുകയാണ്, നിക്കാഹ് നടക്കുകയാണ്. ആ നിക്കാഹ് നടക്കുന്ന സമയത്ത് ഖബിൽതു വറദീതു മിൻക നിക്കാഹഹാ വതസ്വീദഹാ എന്ന് പറഞ്ഞ് നിക്കാഹിന്റെ ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി ആ പെണ്ണും ആ ആണും ഒരു റൂമിൽ ശയ്യ പങ്കിട്ട് അടുത്ത ദിവസം അവർ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ ഒരു നാട് മുഴുവൻ പറയും പരിശുദ്ധ ബന്ധം. ഇന്നലെ രാത്രി നിങ്ങൾ ഒരു റൂം പങ്കിട്ടതിനെ പറ്റി ഒരു നാട് മുഴുവൻ പറയുന്നത് മതഭേദമന്യേ പരിശുദ്ധ ബന്ധം.
എന്നാ ഞാൻ പറയട്ടെ, അങ്ങനത്തെ നിക്കാഹ് എന്ന് പറഞ്ഞ ചടങ്ങൊന്നും നടക്കാതെ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ്, അവൻ പറഞ്ഞു എന്റെ ലവ്വറാ എന്നും പറഞ്ഞിട്ട് ബൈക്ക് മേൽ ഇരുത്തിട്ട് ബൈക്ക് റേസിംഗ് നടത്താൻ, ടൂറ് പോവാൻ, നാടിത് കണ്ട് നാട്ടുകാരിത് കണ്ടു, എന്ത് പറയും? അവരൊരു റൂമിൽ കയറണ്ട, അവരൊരു രാത്രി റൂമിൽ പാർക്കണ്ട, ഒന്ന് ജസ്റ്റ് ബൈക്ക് മേൽ റോട്ട് കൂടെ ഒന്ന് പോയാൽ മതി, നാട് മുഴുവൻ പറയും അവിശുദ്ധ ബന്ധം, അത് വിശുദ്ധമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയും ഒരു പെണ്ണും ഒരാണും സംഗമിച്ചു, നേരത്തെ പറഞ്ഞെടുത്ത ഒരു പെണ്ണും ഒരാണും സംഗമിച്ചു, അത് എന്തുകൊണ്ട് പരിശുദ്ധമായി, ഇത് എന്തുകൊണ്ട് അവിശുദ്ധമായി? അവിടെയാണ് നിക്കാഹ് എന്ന് പറയുന്ന അഖദ്, വിവാഹം, പെണ്ണിന്റെ പരിശുദ്ധിയാണ് അറിയിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വിവാഹ പ്രായത്തിന്റെ ഒരു നിയമം വന്നു, ഗവൺമെന്റിന്റെ നിയമം. ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ആയിഷ ബീബി 9-ാം വയസ്സിൽ അള്ളാന്റെ റസൂലിന്റെ മണിയറയിലുണ്ട്. 17-ാം വയസ്സിൽ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി പോകുമ്പോ ആയിഷ വിധവയാണ് റളിയല്ലാഹു അൻഹാ. ആലോചിച്ചു നിങ്ങൾ, മധുര 17കാരി നമ്മുടെ നാട്ടിലെ +2 കഴിഞ്ഞ വിദ്യാർത്ഥിനിന്റെ വയസ്സാണ്. ഭർത്താവ് വിട പറയുമ്പോ വിധവയായ ആയിഷ ബീവിക്കുള്ളത്. ആ ആയിഷ ബീവിനെ പിന്നെ വിവാഹം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അള്ളാന്റെ റസൂല് വിവാഹം ചെയ്ത ഒരാളെന്ന രീതിയിൽ പിന്നെ ആയിഷ ബീവിയുടെ പേര് ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മ എന്ന പേര് ഖുർആൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് അള്ളാന്റെ റസൂലിന്റെ ഭാര്യന്മാര്. ഉമ്മാനെ വിവാഹം ചെയ്യുന്നതിന്റെ നിയമമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യന്മാരെ വിവാഹം ചെയ്യുന്നതിന് ലോക മുസ്ലിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഒരാൾക്കും വിവാഹം ചെയ്യാൻ പിന്നെ പറ്റിയില്ല. അതുകൊണ്ട് 17കാരിയായിട്ട് തന്നെ തുടരുകയാണ്. ചരിത്രത്തിൽ പിന്നെ ലോകത്തെ നിയന്ത്രിച്ചത് ആയിഷ. 1,00,000-ൽ ചില്ലാനം സഹാബത്ത് ഹദീസ് മനഃപ്പാഠമാക്കിയ സഹാബികൾക്കിടയിൽ കർമ്മശാസ്ത്രത്തിന്റെ വിഷയത്തിൽ ഇസ്ലാമിന്റെ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ, ആ തർക്കം യുദ്ധമാകും എന്ന് ഭയപ്പെട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠമാക്കിയ ഇസ്ലാമിന്റെ വലിയ പണ്ഡിതന്മാര് പറഞ്ഞു, ആയിഷ ബീവിയെ കൊണ്ടുവന്നിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം. എന്നിട്ട് സഹാബി പോകാൻ എടുത്തിട്ട് പോകാൻ ആയിഷ ബീവിയെ വിളിക്കാൻ. ആയിഷ ബീവി പർദ്ദട്ട്, ഹിജാബിട്ട്, ജിൽബാബൊക്കെ ഇട്ട് ഒട്ടകക്കട്ടിലിൽ കേറി പ്രശ്നബാധിത പ്രദേശത്തെത്താണ് ഈ പെൺകുട്ടി. എന്നിട്ടോ അവിടെ ഫത്വ, ദീനിന്റെ കിതാബും ശരീഅത്തിന്റെ ഹുക്കുമും ഇബാറത്തും ഖുർആന്റെ ആയത്തും റസൂലുള്ളാഹിന്റെ ഹദീസും ഒക്കെ മിക്സ് ചെയ്ത് ജംഅ് ചെയ്തിട്ട് ഒരു ഫത്വ കൊടുക്കാൻ, സഹാബികൾ അത് അംഗീകരിക്കാൻ. ഇല്ലെങ്കിൽ അവിടെ സ്പ്ലിറ്റിംഗ് വരുമായിരുന്നു. സ്ഥാനം എന്ത് എന്ന് ആയിഷ ബീവി ചരിത്രത്തെ പഠിപ്പിക്കാൻ. ആയിഷ പോയത് കൊണ്ടാണ് ഇവിടെ തയമ്മം എന്ന് പറഞ്ഞൊരു നിയമം വന്നത്. വുളൂ എടുക്കാൻ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലേ, ഫൈലം തജിദു മാഅൻ ഫതയമ്മമു സഈദൻ ത്വയ്യിബ. യാത്രാവേളയിലല്ലേ അത്, പാതിരാത്രിയാണ്, സുബഹിന്റെ സമയം ഇങ്ങനെ വരികയാണ്. ആ നേരത്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നാണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, ഉറങ്ങിക്കിടക്കുന്ന നബിയെ, ഭർത്താവേ അങ്ങ് ഉണരണം, എന്റെ മാല പോയി. ആയിഷന്റെ മാല കാണാനില്ല നബിയെ. സിദ്ദീഖ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യനാണ് എന്നതിലുപരി ആയിഷ ബീവിയുടെ പിതാവ് കൂടിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷന്റെ പിന്നിൽ വന്നിട്ടൊരു കുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ആയിഷ, നിന്റെ ഒരു വലക്കമ്മല മാല, നിന്റെ ഒരു ഗുണംകെട്ട മാല, ആ മാല കൊണ്ടല്ലയോ പുണ്യ നബിയുടെ ഉറക്ക് പോലും പോയത്. ആയിഷ, ആരോടാണ് നീ കളിക്കുന്നതെന്ന് മനസ്സിലാക്കണം ആയിഷ. അല്ലാഹുവിന്റെ റസൂല് നിന്റെ ഭർത്താവാകാം, ശരിയാണ്, പക്ഷേ ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാ എന്ന് പടച്ചറപ്പ് വാഴ്ത്തി പറഞ്ഞ നബിയോട് കളിക്കരുതേ ആയിഷ. അവസാനം എന്തുണ്ടായി? ആയിഷ കരഞ്ഞു റളിയല്ലാഹു അൻഹ. അവസാനം ഒട്ടകം കടന്നിന സ്ഥലത്ത് നിന്ന് ഒട്ടകം നീച്ചപ്പോ ഒട്ടകത്തിന്റെ വയറ്റിന്റെ അടിയിൽ പെട്ടതാണ് ആയിഷ ബീവിയുടെ കളഞ്ഞുപോയ മാല. ഒട്ടകം എണീറ്റപ്പോ മാല കണ്ടു. വെള്ളമില്ലാത്ത മരുപ്പറമ്പിൽ വെള്ളമുള്ള സ്ഥലത്തേക്ക് എത്താൻ സമയമില്ല. വരികയാണ് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഓർഡർ ഉണ്ട്. ഈ ഓർഡറിന്റെ കാരണക്കാരി സിദ്ദീഖായ അങ്ങയുടെ ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ജിബ്രീൽ ഓതിക്കൊടുക്കുകയാണ്, ഫൈലം തജിദൂ മാഅൻ, അങ്ങയുടെ സമുദായവും വുളൂ എടുക്കാൻ വെള്ളം എത്തിച്ചില്ലെങ്കിൽ ഫതയമ്മമു സഈദൻ ത്വയ്യിബ,
നിങ്ങൾ വിശാലമായിട്ട് തൈമം ചെയ്തോളൂ. അംഗസ്നാനം ചെയ്യാൻ വെള്ളമില്ലെങ്കിൽ പാംസു സ്നാനം ചെയ്തോളൂ. പൊടി എടുത്തിട്ട് മുഖത്തും കയ്യിലും തടവുക. തൈമമായി ആ ഒരു തൈമം കൊണ്ട് ഒരു ഫർദ് നിസ്കരിക്കുക, സുന്നത്ത് എത്രയും നിസ്കരിക്കുക. ഇങ്ങനെ ഒരു ഹുക്മ് ഖുർആൻ ഇറക്കി കൊടുക്കാൻ കാരണക്കാരി ആ പെൺകുട്ടിയാണ്. ലോകത്ത് ഒരുപാട് കാര്യങ്ങളെ നിയന്ത്രിച്ചതിൽ പെണ്ണിന്റെ ശക്തിയുണ്ട്. ബഹുമാനപ്പെട്ട അബൂ യഹ്യ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ പറയാണ്, എന്റെ പ്രധാന ഗുരുക്കൾ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ജ്യേഷ്ഠ പുത്രിയായ മുനിസ എന്ന് പറയുന്ന ഉസ്താദത്ത്, ആലിമത്ത്, അല്ലാമത്ത് എനിക്കുണ്ടായിരുന്നു. മുനിസ. അബൂ യഹ്യ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതന് കിതാബ് ഓതി കൊടുത്തത് ഒരു പെണ്ണായിരുന്നു. രണ്ടാമത് പറഞ്ഞു തൈമി ഗോത്രക്കാരി ഷാഫിയ, അടുത്ത ഉസ്താദ്. മൂന്നാമത്തെ ഉസ്താദ് ബഗ്ദാദിലെ വിശ്വഗ്രനായ ലത്തീഫിന്റെ മകൾ സൈനബ്. ഈ 3 സ്ത്രീകളാണ് എനിക്ക് ആകെ കിതാബ് ഓതി തന്നത്. ഇന്ന് ഞാൻ ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതനാണ്. എനിക്ക് ഇരുത്തം വരുന്നതിന്റെ പിന്നിൽ 3 സ്ത്രീ ഗുരുക്കൾ. എങ്ങനെങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ ഫിഖഹിന്റെ കർമ്മശാസ്ത്രത്തില് ഒരു പെണ്ണിന്റെ കർമ്മശാസ്ത്രമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചു, അവിടെ ലജ്ജ എന്നുള്ളത് പെണ്ണിന്റെ ഏറ്റവും വലിയൊരു ശക്തിയാണ്. ഇപ്പൊ എന്താ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു. ഭർത്താവ് മരിച്ചു എന്ന് കേട്ടപ്പം വേഗം ഇന്റർനെറ്റ് കഫേയിലേക്ക് ഓടുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ കഫേന്റെ ഓണർ ചോദിച്ചു, എന്താ ഇത്ര സ്പീഡ്? അല്ല, ഞാൻ എന്റെ ഫേസ്ബുക്ക് ID പ്രൊഫൈൽ മാറ്റാനാണ്, മാരീഡ് എന്നുള്ളത് സിംഗിൾ എന്നാക്കാനാണ്. ഭാരാണത്. ആർക്കാണ് ചുമതല? ആരോടാണ് ചുമതല? അല്ലാഹു അഅലം. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഒരാളെ കെട്ടിക്കൊണ്ടുപോയത് ചൈനയിലുള്ള പെൺകുട്ടിയാണ്. നിലമ്പൂരുകാരൻ, എന്റെ ജില്ലക്കാരനായ ഷബീർ വിവാഹം ചെയ്തത് ചൈനയിലുള്ള പെൺകുട്ടിയാണ്. ഒരു ചാറ്റിംഗ് ആയിരുന്നു. ഡഫ് ആൻഡ് ഡംബ, രണ്ടുപേരും സംസാരിക്കാനും കഴിയൂല, ചെവിയും കേൾക്കൂല. അവൾക്കും സംസാരിക്കാനും കഴിയൂല, ചെവിയും കേൾക്കൂല. എന്നിട്ട് ഇവർ കീബോർഡ് മേടിയിട്ട് വലിയ കണക്ഷൻ ആയി. പഠിച്ചോനത് ഭയങ്കര കവറേജ് ആയി അല്ലേ? ഐഡിയന്റെ സിം തന്നെ കാണില്ല നിങ്ങൾ. പെൺകുട്ടികൾക്ക് an idea sim can change your life എന്നാണ് ഐഡിയന്റെ പരസ്യം. an idea sim can change your life. ഒരു ഐഡിയന്റെ സിം എടുത്തോളൂ, നിങ്ങളെ പെൺകുട്ടികളെ ലൈഫാണ്ട് മാറ്റിത്തരും. ചൈനയിലുള്ള കുട്ടിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും, ഇന്ത്യയിലുള്ള കുട്ടിനെ ചൈനയിലേക്ക് കൊണ്ടുവരും. ഭയങ്കര കണക്ഷനാണ്. അപ്പൊ നമ്മളൊക്കെ കുട്ടികളെ ശരിക്കും പേടിക്കണം നമ്മൾ. അങ്ങനെ ഈ ഷബീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് ചൈനയിലുള്ള ഇവള് അന്യമതസ്ഥയാണ്. ചൈനയിലെ ഏതോ പ്രവിശ്യയിലെ മതം സ്വീകരിച്ച പെണ്ണാണ്. ഒരു പോലീസുകാരന്റെ മകൾ. അവസാനം ഇവൻ ആബ്സെന്റ് ആയി, ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ഇവൻ 3-4 ദിവസം ഇവനെ നെറ്റിൽ കാണുന്നില്ല. ഇവളാകെ വിഷമത്തിലായി. അവസാനം ഇവന്റെ സുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇവളെ മെയിൽ ID-യിലേക്ക് പെട്ടെന്നൊരു സന്ദേശം കൊടുക്കണം. സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ടുണ്ട്, മലപ്പുറത്തെ മൗലാന ായി കിടക്കുകയാണെന്നുള്ള വിഷയം അറിയിക്കണം, അല്ലെങ്കിൽ അവള് മാനസികമായിട്ട് നിലതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. സുഹൃത്ത് വേഗം ആ മെയിൽ ID-യിലേക്ക് സന്ദേശം കൊടുക്കാൻ. അവൾ ആ സന്ദേശം അഡ്രസ് പിടിച്ചിട്ട് അന്ന് പാസ്പോർട്ടും ടിക്കറ്റും തന്റെ പിതാവിന്റെ സ്വാധീനം ഉപയോഗിച്ച് ശരിയാക്കി ഡൽഹിയിൽ ഇറങ്ങി. അവിടുന്ന് കേരളത്തിൽ വന്നു. കേരളത്തിൽ നിന്ന് മലപ്പുറത്തെത്തി. മലപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണയിലെത്തി. പെരിന്തൽമണ്ണയിൽ മൗലാന ഹോസ്പിറ്റലിൽ കിടക്കുന്ന റൂമിലെത്തി. അവസാനം ജാസി എന്ന് പേരുള്ള ഈ പെൺകുട്ടി മലപ്പുറത്തുനിന്ന് മുസ്ലിമത്തായി ഇസ്ലാമിക വിശ്വാസപ്രകാരം ജാസ്മിൻ, മുല്ലപ്പൂവ് എന്ന അറബി പേര് സ്വീകരിച്ചിട്ട്, ഉറുദു നാമം സ്വീകരിച്ചിട്ട് ഇവനെയും കൂട്ടിയിട്ട് ചൈനയിലേക്ക് പോയി. ഇപ്പൊ ഇന്ത്യക്ക് ഒരു മരോളെ കൊടുത്തത് ചൈനയിൽ നിന്ന്. ആരാ? ഇന്റർനെറ്റ് ബ്രോക്കർ. ആ കാലത്ത് വിവാഹം കഴിഞ്ഞ പെണ്ണിന്റെ പരിശുദ്ധി ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ നല്ല ശ്രദ്ധ വേണം. അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഈ കാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞ പെണ്ണിന്റെ പരിശുദ്ധി ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണേ നബിയേ, കണ്ണ് ചിമ്മേണ്ട സ്ഥലത്ത് കണ്ണ് ചിമ്മാൻ അങ്ങയുടെ സമൂഹത്തിലെ മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങന്മാരെ പഠിപ്പിക്കണേ നബിയേ. വയഹ്ഫദ്ന ഫുറൂജഹുന്ന, അവരുടെ ലിംഗങ്ങളെ സൂക്ഷിക്കാനും അവരോട് പഠിപ്പിക്കണം നബിയേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പെണ്ണിന്റെ ചാരിത്രം ധ്വംസിക്കപ്പെടാതിരിക്കാൻ, അത് പെണ്ണ് രക്ഷപ്പെടാൻ, അത് വിവാഹത്തിലൂടെ പെണ്ണിന് പരിശുദ്ധി ലഭിക്കാൻ
അല്ലാഹു അത്തരത്തിലുള്ള ഒരു പരിശുദ്ധിയിലേക്ക് നമ്മുടെ സഹോദരിമാരെ തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. ടൈം ഈസ് ഓവർ, പ്ലീസ് പാർഡൺ ടു മീ. എന്നോട് ക്ഷമിക്കണം, സമയം കഴിഞ്ഞു. ഇനി അരമണിക്കൂറില്ല, ഷാർപ്പ് 11 മണിക്ക് ട്രെയിനാണ് പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആയിൽ കാര്യമായിട്ട് ഉൾപ്പെടുത്തണം. നമ്മുടെ ഇന്നത്തെ സദസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദുആ. അത് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടി. നല്ല സിയാറ കഴിഞ്ഞു, തങ്ങളവരുടെ ദുആ കിട്ടി. നമുക്ക് പെട്ടെന്ന് ചെറിയ ഒരു ദുആ നടത്തി എന്റെ പ്രഭാഷണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭാര്യയ്ക്ക് സുഖമില്ലാത്ത സഹോദരന്മാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗൾഫിൽ കച്ചവടം ചെയ്യുന്ന സഹോദരന്മാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുക്കളയിലെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ദീനി സ്നേഹിയായ ഒരു സഹോദരൻ നൂറുദ്ദീനിന്റെ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം ഞാനും ഒരുപാട് പ്രഭാഷകന്മാർ പോയി താമസിച്ചതാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ. നൂറുദ്ദീൻ, ഞാൻ കഴിഞ്ഞ വർഷമാണ് ലാസ്റ്റ് നൂറുദ്ദീൻ സാഹിബിന്റെ വീട്ടിൽ വരുന്നത്. അദ്ദേഹത്തിന്റെ 4 വയസ്സുകാരിയായ മകള് ബേക്കൽ കോട്ടയിലെ ആ മതിലിന്റെ മുകളിൽ നിന്ന് മാതാവിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് വളരെ അത്യാസന്ന നിലയിലായിരുന്നു. ഇപ്പൊ ആ കുട്ടി റീകവറായി. പക്ഷേ ഉമ്മയെയും ഉപ്പയെയും തിരിച്ചറിയുന്നില്ല എന്നുള്ള വിഷമം മാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് നൂറുദ്ദീൻ വിളിച്ചറിയിക്കുകയുണ്ടായി. അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം അത്യാഹിതങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും ബന്ധുമിത്രാദികളെയും ഭാര്യാസന്താനങ്ങളെയും വേണ്ടപ്പെട്ടവരെയും പടച്ച റബ്ബ് ഈ മഹാനായ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഹക്ക് കൊണ്ട് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ اغفر لنا ذنوبنا واستر عيوبنا وفرج همومنا واكشف غمومنا يا رب العالمين. ربنا تقبل منا دعاءنا بحق هذا الولي المدفون في هذه المقبرة يا رب العالمين. اللهم بحقه وبحقهم يقضي حوائجنا. الحمد لله. ഒരു സഹോദരി സ്വർണ്ണാഭരണം നമ്മുടെ സദസ്സിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നു. പടച്ച റബ്ബേ, ആ മഹദിയിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ആ മഹദിയുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ബിഹഖിഹി വബിഹഖിഹിം يقضي حوائجنا واشف أمراضنا وبلغ آمالنا وصحح أجسامنا وامح ما كان منا من سيئاتنا وتقبل حسناتنا وكن معنا حيث كنا ولا تكن علينا يا رب العالمين. اللهم هذا الدعاء ومنك الإجابة وعليك التكلان وعلينا البلاء ولا حول ولا قوة إلا بك يا رب العالمين. അല്ലാഹു ഈ സദസ്സിൽ നിന്ന് ദോഷം പിരിയാതെ ഞങ്ങൾ പിരിയല്ല റബ്ബേ. ദോഷം പൊറുക്കാതെ ഞങ്ങൾ പിരിയല്ല റബ്ബേ. വലുതും ചെറുതും പൊറുക്കണേ റബ്ബേ. മാപ്പാക്കണേ റബ്ബേ. ഉമ്മ പെറ്റ മക്കളെ പോലെ ഞങ്ങളെ ശുദ്ധ ഹൃദയരാക്കണേ റബ്ബേ. അത്യാഹിതങ്ങൾ നൽകണേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. ആ ആയുസ് നിന്റെ വജീഹിന് വേണ്ടി വിനിയോഗിക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. ശത്രുക്കളിൽ നിന്ന് കാവൽ തരണേ റബ്ബേ. അല്ലാഹുവേ, ശത്രുക്കളെയും മിത്രങ്ങളാക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഐക്യം നൽകണേ റബ്ബേ. ഉമ്മത്ത് മുഹമ്മദിന് ഐക്യം നൽകണേ റബ്ബേ. ഉമ്മത്ത് മുഹമ്മദിന് ഐക്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ മഹാനോട് ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പൊരുത്തക്കേട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ റബ്ബേ. ഈ മഹാന്റെ തൃപ്തിയിൽ ഞങ്ങളെ ജീവിപ്പിച്ച് മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈമാൻ കാമിലായി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് സുഖമുള്ള മരണം അനുഭവിക്കുന്നവരിൽ ഞങ്ങൾ പെടുത്തണേ റബ്ബേ. സ്വർഗം ഞങ്ങളുടെ ശരീരങ്ങൾക്ക് വാജിബാക്കി നരകത്തെ ഈ നഫ്സുകൾക്ക് മുഴുവൻ ശരീരങ്ങൾക്ക് മുഴുവൻ ഹറാമാക്കണേ റബ്ബേ. ഇന്നത്തെ വിഷയം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയാണ്, പാവമാണ് റബ്ബേ. ഞങ്ങളുടെ പെണ്ണുങ്ങന്മാർ സാധുക്കളാണ് റബ്ബേ. ശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളാണ്. അല്ലാഹുവേ, അവരുടെ മനസ്സിന് ഈമാനിന്റെ ശക്തി കൊടുക്കണേ റബ്ബേ. ആ പാവങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ പുറത്തു കൊടുക്കണേ റബ്ബേ. അവരെ വീടിന്റെ വിളക്കുകളാക്കണേ റബ്ബേ. അവരെ തൗബ സ്വീകരിക്കു റബ്ബേ. അവരെ കൊണ്ട് ഞങ്ങളെ സ്വർഗത്തിൽ കടത്തു റബ്ബേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹുവേ, ഇതിനു വേണ്ടി ഓടിച്ചാടി നടന്ന ഇതിന്റെ നല്ല പ്രവർത്തകരായ സംഘാടകർ, അല്ലാഹുവേ, അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ റബ്ബേ. ഈ സംഘാടക സുഹൃത്തുക്കൾ, ഇവിടെ സഹായം നൽകിയ ആളുകൾ, ഒരുപാട് സംഭാവനകൾ നൽകിയ ആളുകൾ, ഇവിടുത്തെ ഉസ്താദുമാർ, ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ, ഇവിടെ കടന്നു വരാനും വന്നു പോയവരും വരാനിരിക്കുന്നവരുമായ പണ്ഡിതർ, സാദാത്യങ്ങൾ, എല്ലാവർക്കും ഇസ്സത്ത് കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ ദോഷം പൊറുക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ നല്ലത് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ഫഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് തങ്ങൾ അൽ ബുഖാരി ബസോട്ടു, അതുപോലെ തന്നെ വിവാഹം പെണ്ണിന്റെ പരിശുദ്ധിക്കുന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് പ്രസംഗിച്ച പ്രഗൽഭവാഗ്മിയും സുപ്രസിദ്ധ പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട മുനീർ ഹുദവി വിളയിൽ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയതായിരിക്കുന്ന സഹോദര സഹോദരികൾ എല്ലാവർക്കും ജമാഅത്ത് അതുപോലെ തന്നെ ഉറൂസ് കമ്മിറ്റി വകയായും 1000 നന്ദികൾ രേഖപ്പെടുത്തുന്നു. നാളെ രാത്രി ഭക്തി നിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് അൽഹാജ് സയ്യിദ് NP സൈനുൽ ആബിദീൻ തങ്ങൾ അൽ ബുഖാരി കുന്നുങ്കി, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ ആശയും ആശങ്കയും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മോട് അഭിസംബോധനം ചെയ്ത് പ്രസംഗിക്കുന്നത് ഖാലിദ് ഉവൈസി ഇടുക്കി. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.